So once again, welcome back to the session, everyone. So അപ്പോൾ നമ്മൾ നമ്മുടെ ട്രിപ്പിളയുടെ പാർട്ട് ബിയിലുള്ള ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ വി ആർ ഗോണ ഹാവ് ദ ഫർദർ ഡിസ്കഷൻ ഫ്രം ദ സെയിം ഏരിയ. സോ നമുക്കറിയാം, നമുക്ക് പാർട്ട് ബിയിൽ തന്നെ, അതായത് പാർട്ട് ബി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എക്സാം അപ്രോച്ചിലാണ്. പാർട്ട് എ എന്ന് പറയുന്നത് 50 മാർക്കിന്റെ നമ്മുടെ ക്വസ്റ്റനും പാർട്ട് ബി എന്ന് പറയുന്നത് നമ്മുടെ 25 മാർക്സിന്റെ ക്വസ്റ്റനുമാണ്. അതിൽ റിപ്പോർട്ടിംഗ് ആൻഡ് റിലേറ്റഡ് ഏരിയാസ് നമ്മൾ ലാസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്തു. And as part of this session, we will be going through the areas of going concern, critical appraisal, sorry, not critical appraisal, going concern, അതേപോലെ തന്നെ മണി ലോണ്ടറിങ്, PFI, KPI, ഇങ്ങനെയുള്ള ഏരിയാസ് ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ടാവുക. സോ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദിസ് ഏരിയാസ്, നമുക്ക് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ക്വിക്ലി ഒരു കാര്യം ചെയ്യാം. മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന ഏരിയയുടെ തിയറിറ്റിക്കൽ പാർട്ട് ആദ്യമേ റിവൈസ് ചെയ്യാം. ദെൻ വി വിൽ ഗോ ത്രൂ എ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വെരി ക്വിക്ലി. സോ നമുക്ക് കുറെ ഏരിയാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏരിയാസിലെല്ലാം നമ്മൾ എക്സാമ്പിൾസ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ടാവുക. വി വിൽ ബി ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ഫോർ ദ റിവിഷൻ പാർട്ട് ഹിയർ. സോ മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന തിയറിറ്റിക്കൽ ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റിവിഷൻ ആണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഒഫൻസ് ആണ് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. സോ മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമ്മൾ ഒരു പർട്ടിക്കുലർ ഫണ്ട് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്തതിനു ശേഷം ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നും നമുക്ക് കിട്ടിയ ഒരു എമൗണ്ട് പോലെ അപ്പിയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മണി ലോണ്ടറിംഗ് എന്ന് വിളിക്കുക. സോ ക്രിമിനൽ പ്രൊസീഡ്സ് വഴി നമ്മൾ ഏൺ ചെയ്ത ഫണ്ട് ഇല്ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്നുള്ള ഏൺ ചെയ്ത ആ സോഴ്സ് മറച്ചു വെച്ച് ഒരു ലീഗൽ സോഴ്സിൽ നിന്ന് ഏൺ ചെയ്ത ഫണ്ട് പോലെ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് മണി ലോണ്ടറിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടാവുക. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ദർ ആർ 3 സ്റ്റേജസ് ഇൻ എ മണി ലോണ്ടറിംഗ് ട്രാൻസാക്ഷൻ. അവിടെ പ്ലേസ്മെന്റ് ഉണ്ടാവും, ലെയറിംഗ് ഉണ്ടാവും, ഇന്റഗ്രേഷൻ ഉണ്ടാവും. സോ ബേസിക്കലി പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും ഇനീഷ്യലി നമുക്ക് കിട്ടിയ ആ ഇല്ലെജിറ്റിമേറ്റ് ഫണ്ട് ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് യു വിൽ കോൾ ഇറ്റ് ആസ് പ്ലേസ്മെന്റ്. സോ ഒരു ഇല്ലെജിറ്റിമേറ്റ് ഫണ്ട് ഒരു ലെജിറ്റിമേറ്റ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ഓൺ ദ അതർ ഹാൻഡ്, ലെയറിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓർ ബിസിനസ് ടു കൺസീൽ ദ ഒറിജിനൽ സോഴ്സ്. നമ്മളൊരു ഫണ്ടിനെ ഒരു സോഴ്സിൽ നിന്നും മറ്റൊരു സോഴ്സിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാണ്. ആ ഫണ്ടിന്റെ ഒറിജിനൽ സോഴ്സ് എന്താണെന്നുള്ളത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നമ്മൾ ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ലെയറിംഗ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ആൻഡ് ഫൈനലി ഇന്റഗ്രേഷൻ സ്റ്റേജ്. ഇന്റഗ്രേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് ഫണ്ട് വിൽ ഹാവ് ദ അപ്പിയറൻസ് ഓഫ് ലെജിറ്റിമേറ്റ് ഫണ്ട്. ഇല്ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് കിട്ടിയ ഫണ്ടിനെ ഒരു ലെജിറ്റിമേറ്റ് ഫണ്ട് പോലെ അപ്പിയർ ചെയ്യിക്കുന്ന സ്റ്റേജിനെയാണ് ഇന്റഗ്രേഷൻ എന്ന് വിളിക്കുക. സോ ദീസ് വേ ദ 3 സ്റ്റേജസ് ഓഫ് മണി ലോണ്ടറിംഗ്. ആൻഡ് മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അവിടെ മെയിൻലി നമ്മൾ എംഫസൈസ് ചെയ്തിരുന്നത് ഓഡിറ്ററായി നമ്മുടെ സൈഡിൽ നിന്നുണ്ടാകുന്ന ഒഫൻസുകളായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞു, ഓഡിറ്ററായി നമ്മുടെ സൈഡിൽ നിന്ന് മെയിൻലി 2 ഒഫൻസുകളാണ് മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ട് വരിക. ഒന്ന് ടിപ്പിംഗ് ഓഫ് ആണ്, 2 ഫെയിലിയർ ടു റിപ്പോർട്ട് ആണ്. ഫെയിലിയർ ടു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി, പക്ഷെ നമ്മൾ അത് റെലവെന്റ് ആയിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റിനെ ഇൻഫോം ചെയ്യുന്നില്ല. സോ നമുക്ക് മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ഇൻഫർമേഷൻ കിട്ടിയിട്ടും നമ്മൾ അത് റെഗുലേറ്ററി അതോറിറ്റിനെ ഇൻഫോം ചെയ്യാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വിൽ കോൾ ഇറ്റ് as ഫെയിലിയർ ടു റിപ്പോർട്ട്. ടിപ്പിംഗ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ആരുടെ പേരിലാണോ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ആ സസ്പെക്ട് ആയിട്ടുള്ള ആളെ അയാൾ ഒരു മണി ലോണ്ടറിംഗ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടറിലാണെന്ന് നമ്മൾ തന്നെ ഇൻഫോം ചെയ്യുന്നതിനെയാണ് ടിപ്പിംഗ് ഓഫ് എന്ന് വിളിക്കുക. സോ ഓഡിറ്ററായി നമുക്ക് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒഫൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഡിറ്ററായി നമ്മൾ ഇൻ കേസ് എങ്ങാനും ഒരു ക്ലയന്റിന്റെ അടുത്ത് പോയിട്ട് അവർ മണി ലോണ്ടറിംഗ് കാര്യം ചെയ്യുന്നത് അറിഞ്ഞിട്ടും നമ്മൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ടിപ്പിംഗ് ഓഫ് ആയിട്ട് വരും. ബിക്കോസ് നമ്മൾ മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ക്ലയന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ക്ലയന്റ് വിൽ ലിറ്ററലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി കെയിം ടു നോ ദാറ്റ് ക്ലയന്റ് ഈസ് പെർഫോമിംഗ് മണി ലോണ്ടറിംഗ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഇൻവെസ്റ്റിഗേഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ടിപ്പിംഗ് ഓഫ് എന്ന് പറയുന്നത് ഒരു ഒഫൻസ് ആണ്. സോ ഈ 2 ഒഫൻസ് ആയിരിക്കും ഓഡിറ്റർക്ക് മെയിൻലി ഉണ്ടാവുക. ഇനി നമ്മൾ പറഞ്ഞു, ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ആന്റി മണി ലോണ്ടറിംഗ് പ്രോഗ്രാം ഫോം ചെയ്തിട്ടുണ്ടാവണം. ഓഡിറ്റർ എന്നുള്ള രീതിയിലല്ല, എല്ലാ ഫിനാൻഷ്യൽ സർവീസസ് കൊടുക്കുന്ന കമ്പനീസും അല്ലെങ്കിൽ എൻറ്റിറ്റീസും ആന്റി മണി ലോണ്ടറിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം.
സോ അവിടെ നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് റിസ്ക് അസസ്മെന്റ് നമ്മൾ നടത്തുന്നുണ്ടാവും. അതേപോലെ തന്നെ സിസ്റ്റംസും പോളിസീസും കൺട്രോൾസും പ്രൊസീജിയേഴ്സും എല്ലാം നമ്മൾ എടുക്കുന്നുണ്ടാവും മണി ലോണ്ടറിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. കസ്റ്റമർ ഡ്യൂ ഡെലിജൻസ് നമ്മൾ നടത്തണം. അതുപോലെ തന്നെ എൻഹാൻസ്ഡ് ഡ്യൂ ഡെലിജൻസ്, സിംപ്ലിഫൈഡ് ഡ്യൂ ഡെലിജൻസ് പ്രൊസീജിയേഴ്സ് നമ്മൾ നടത്തണം. എൻഹാൻസ് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ സിസ്റ്റംസും മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു MLRO എന്ന് പറയുന്ന ഒരു ഓഫീസർ ഉണ്ടാവും, MLCP എന്ന് പറയുന്ന ഒരു ഓഫീസർ ഉണ്ടാവും. സോ മണി ലോണ്ടറിങ് കംപ്ലയൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ് മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കമ്പനി പ്രോപ്പർലി കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളത്. ആൻഡ് മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസറിന്റെ ഡ്യൂട്ടി ആയിരിക്കും മണി ലോണ്ടറിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്രോപ്രിയറ്റ്ലി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു കസ്റ്റമർ ഡ്യൂ ഡെലിജൻസ് വഴി നമ്മൾ അവിടെ എന്താ എൻഷുർ ചെയ്യുക, ആരൊക്കെയാണ് നമ്മുടെ ക്ലയന്റ് എന്നുള്ളത് പ്രോപ്പർലി മനസ്സിലാക്കുക, ടു ഹൈ റിസ്ക് ഉള്ള ക്ലയന്റിന്റെ വർക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. ഇതായിരുന്നു കസ്റ്റമർ ഡ്യൂ ഡെലിജൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എൻഹാൻസ്ഡ് ഡ്യൂ ഡെലിജൻസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു, ഓരോ കസ്റ്റമേഴ്സിന്റെയും ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർലി ചെക്ക് ചെയ്യുക, നമ്മുടെ ഓരോ ട്രാൻസാക്ഷന്റെ പേർപ്പസ് എന്താണ് എന്നുള്ളത് നോക്കുക, അതുപോലെ തന്നെ ബിസിനസ് റിലേഷൻസ് ഓരോന്നും മോണിറ്റർ ചെയ്യുക. ഇതായിരിക്കും എൻഹാൻസ് ഡ്യൂ ഡെലിജൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സിംപ്ലിഫൈഡ് ഡ്യൂ ഡെലിജൻസ് പറയുന്നത് നമ്മൾ പറഞ്ഞു നോർമലി ലോ റിസ്ക് ക്ലയന്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കസ്റ്റമർ ഡ്യൂ ഡെലിജൻസ് ചെയ്യണം, എൻഹാൻസ് ഡ്യൂ ഡെലിജൻസ് ചെയ്യണം, സിംപ്ലിഫൈഡ് ഡ്യൂ ഡെലിജൻസ് ചെയ്യണം, അതുപോലെ തന്നെ എൻഹാൻസ് റെക്കോർഡ്സും കീപ്പ് ചെയ്യുന്നുണ്ടാവണം. എൻഹാൻസ് റെക്കോർഡ്സ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ കസ്റ്റമേഴ്സിന്റെയും ഡ്യൂ ഡെലിജൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അവിടെ ആ ഡ്യൂ ഡെലിജൻസ് കംപ്ലീറ്റ് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവണം. ഓരോ ക്ലയന്റുമായിട്ട് നടത്തിയേക്കുന്ന ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവണം. മണി ലോണ്ടറിങ് അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി റിപ്പോർട്ട്സും നമ്മൾ നോക്കുന്നുണ്ടാവണം. ഇതായിരുന്നു എൻഹാൻസ് റെക്കോർഡ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയായിരുന്നു മണി ലോണ്ടറിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പ്രൈമറിലി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് റിപ്പോർട്ടിംഗ് നമ്മൾ പഠിച്ചു. നമ്മൾ പറഞ്ഞു ഒരു മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസറിനെ നമ്മൾ ആദ്യമേ അപ്പോയിന്റ് ചെയ്യണം. ആർക്കെങ്കിലും മണി ലോണ്ടറിങ് റിലേറ്റഡ് ആയിട്ടുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അത് മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസറിന്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ വൺസ് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷൻ ആണോ നമ്മൾ കൊടുത്തേക്കുന്നത് ആ ഇൻഫർമേഷൻസ് ഓരോന്നും മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസർ ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് അവർ നോക്കണം ഇവിടെ സസ്പീഷ്യസ് ആയിട്ട് ശരിക്കും തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ. ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, നാഷണൽ ക്രൈം ഏജൻസിയുടെ അടുത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസർ ഒരു സ്റ്റാൻഡേർഡ് ഫോം കംപ്ലീറ്റ് ചെയ്യും നമ്മൾ പറഞ്ഞു. അവിടെ എന്തൊക്കെയായിരിക്കും ഫോമിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുക, മണി ലോണ്ടറിങ് സസ്പെക്റ്റിന്റെ പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, എന്തൊക്കെയാണോ ഐഡന്റിഫിക്കേഷൻ അല്ലെ റെഫറൻസസ് നമുക്കുള്ളത് മണി ലോണ്ടറിങ് ചെയ്തു എന്നുള്ളത് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നിച്ചത് അതെന്തൊക്കെയാണെന്നുള്ള പറയാം. വേറെ എന്തെല്ലാമാണ് റെലവെന്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളത് ആ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു മണി ലോണ്ടറിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചത്. ഇനി ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് രണ്ട് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്നുണ്ടാവുക ലിറ്ററലി സിനാരിയോ ബേസ്ഡ് ആയിട്ടായിരിക്കാം. അതായത് നിങ്ങളോട് മണി ലോണ്ടറിങ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് നടത്താനായിട്ട് പറയും. അതുപോലെ തന്നെ മണി ലോണ്ടറിംഗ് റിലേറ്റഡ് മാറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് പറയും. ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ കാറ്റഗറി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ആന്റി മണി ലോണ്ടറിംഗ് പ്രോഗ്രാമിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ബേസിക് എലമെന്റ്സ് എന്നായിരിക്കും ചോദിക്കുക. സോ ഒന്നെങ്കിൽ നമ്മളോട് ആന്റി മണി ലോണ്ടറിംഗ് പ്രോഗ്രാമിന്റെ ബേസിക് എലമെന്റ്സിനെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ ലിറ്ററലി അവർ ഡിസ്കസ് ചെയ്യാൻ പറയുക. അപ്പൊ ആന്റി മണി ലോണ്ടറിംഗ് പ്രോഗ്രാമിന്റെ എലമെന്റ്സ് ആണ് പറയാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറയേണ്ടി വരിക. ഓൺ ദ അതർ ഹാൻഡ് മണി ലോണ്ടറിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒഫൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ലാർക്ക് ആൻഡ് കോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായി. ആൻഡ് നമ്മുടെ ലേറ്റസ്റ്റ് റിവിഷൻ കിറ്റിൽ 2023-24 കിറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന നോക്കി, യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ എക്സിബിറ്റ് 2 discuss the implication of the circumstances described in the audit senior's note and nature of any reporting which should take place in respect of her own company. നമ്മളോട് ചോദിക്കുകയാണ് ഇവിടെ എന്ത് തരത്തിലുള്ള ഇംപ്ലിക്കേഷൻ ആണ് ഈ ഒരു പർട്ടിക്കുലർ സർക്കംസ്റ്റൻസിൽ വന്നേക്കുന്നത്, അതിന് എന്ത് തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഹെറോൺ കമ്പനിയെ കുറിച്ചൊന്ന് ക്വിക്ലി വായിച്ചു നോക്കാം. ഒന്ന് വേഗം വായിച്ചു നോക്കിയ എല്ലാവരും.
സോ നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളോട് പറഞ്ഞു ഹെറോൺ കമ്പനി എന്ന് പറയുന്ന ഒരു ഓണർ മാനേജ്ഡ് ബിസിനസ് ആണ്. അവർ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നടത്തുന്ന ബിസിനസ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഫസ്റ്റ് ടൈം അവരാണ് നമ്മളവിടെ ഓഡിറ്റ് ചെയ്യുന്നത്. And they have given us the details in relation to the Heron company. And they have told us that the company's revenue is having some sort of mistakes. And they are having only actual cash-based revenue of 5.5 million. Sorry, they have recognized the revenue of 5.5 million. പക്ഷേ അവർക്ക് ശരിക്കും ക്യാഷ് ബേസ്ഡ് ആയിട്ട് എത്രേ വന്നിട്ടുള്ളൂ? 3.5 million വന്നിട്ടുള്ളൂ. നമ്മളോട് പറഞ്ഞു ഓഡിറ്റർ അവാഗൾ എന്ന് പറയുന്ന ആളെ ഫിനാൻഷ്യൽ കൺട്രോളെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ അവർ പറഞ്ഞു ജാക്ക് ഹെറോൺ കമ്പനിയുടെ ഓണർ ആണ് ക്യാഷ് റെസിപ്റ്റ്സും കാര്യങ്ങളും എല്ലാം നോക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തു എന്ത് കാരണം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്. സോ പിന്നീടുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു അവിടെ ഒരു 2 million ആണ് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വഴി ഓവർസീസ് കൺട്രിയിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയേക്കുന്നത്. ആൻഡ് ഇവിടെ വേറെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫർ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ദെൻ നമ്മളോട് പറഞ്ഞു ഈ ഒരു സൈസ് കാരണം കൊണ്ട് ഓഡിറ്റർ എന്ത് ചെയ്തു? ജാക്ക് ഹെറോൺ കമ്പനിയുടെ ഓണറെ ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ് പറയുന്നത്. ബട്ട് ആ ഓണർ വളരെ അഗ്രസീവ് ആയിട്ടാണ് ഇവരുടെ അടുത്ത് പെരുമാറിയെന്നും പറഞ്ഞു. സോ ലിറ്ററലി ഇവിടെ എന്താ സംഭവിക്കുക? ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കറിയാം ഇറ്റ്സ് എ മണി ലോണ്ടറിങ് ട്രാൻസാക്ഷൻ എന്നുള്ള കാര്യം. സോ നിങ്ങൾ ആദ്യമേ നോക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ആണ് ഇത് മണി ലോണ്ടറിങ് ആണോ എന്നറിയാൻ. നോർമലി ക്യാഷ് ബേസ്ഡ് ബിസിനസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ലോണ്ടറിങ്ങിനുള്ള പോസിബിലിറ്റി കൂടും. 2, നമ്മുടെ ബിസിനസിന്റെ അകത്ത് അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ട്, ഒരു അൺയൂഷ്വൽ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. ഓണർ തന്നെയായിരിക്കും നോർമലി ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഇൻവോൾവ് ആവുക. ഓണർ തന്നെയാണ് ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്നത്. അൺയൂഷ്വൽ ഫണ്ട് വന്നു എന്നുള്ളത് മാത്രമല്ല, അവർ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ട് റിലേറ്റ് ചെയ്ത് യാതൊരു തരത്തിലുള്ള ഡീറ്റെയിൽസും അവിടെ അവൈലബിൾ അല്ല. അപ്പൊ സമ്മറി ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ക്യാഷ് ബേസ്ഡ് ബിസിനസ്, ഓണർ അൺനെസസറിലി കയറി ഇൻവോൾവ് ആവുന്നു, ഫണ്ട് ഇത്രയും നാളും ഇല്ലാത്ത ഇൻട്രൊഡ്യൂസ് ആയി, ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് പറയാം ഓൾ ദിസ് ടുഗെദർ റെപ്രസെന്റ്സ് മണി ലോണ്ടറിങ് ട്രാൻസാക്ഷൻ. അപ്പൊ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ അവിടെ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? നമ്മളോട് എന്ത് ഇംപ്ലിക്കേഷൻ ആണ് ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമേ നിങ്ങൾ ആൻസർ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ സിനാരിയോയ്ക്ക് അത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പറയുക. നിങ്ങൾ പറയാ ഹെറോൺ കമ്പനിയുടെ റവന്യൂവിൻ്റെ അകത്ത് അഡീഷണൽ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ. ബട്ട് ഈ ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. ഇത് ഓണർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫണ്ടാണ്. സോ ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ഇറ്റ് മൈറ്റ് റെപ്രസെന്റ് എ മണി ലോണ്ടറിങ് ട്രാൻസാക്ഷൻ. ദെൻ യു ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ആക്ച്വലി മണി ലോണ്ടറിങ് എന്നുള്ളത് പറയുക. Then you have to explain each stages of money laundering. Correspondingly, you have to specify what is there in the scenario. നിങ്ങൾ പറയാ the owner Jack Heron has introduced 2 million of fund into the company's revenue, which represents disposal of illegitimate fund into a legitimate business activity. That shows the either in the first stage, placement stage of money laundering. എന്നിട്ട് പറയാ thereafter this fund has been transferred to an overseas financial institution by electronic transfer. This might represent the layering stage of money laundering, whereby the fund will be transferred from place to place or business to business to conceal the original source of money. And finally, the 2 million has been properly recognized in the client company's financial statements as cash receipts. So this represents the integration stage of money laundering, which includes the appearance of illegitimate fund in a legitimate business activity as a legitimate fund. ഇത്രയും മണി ലോണ്ടറിങ് സ്റ്റേജസും സിനാരിയും വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം അവിടെ എന്തെങ്കിലും ഒഫൻസസോ കാര്യങ്ങളോ അഡീഷണൽ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. നോർമലി നിങ്ങൾക്കറിയാം 2 ഒഫൻസേ വരുള്ളൂ. ഒന്നെങ്കിൽ ഫെയിലിയർ ടു റിപ്പോർട്ട്, ഇവിടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 2 ടിപ്പിംഗ് ഓഫ്, ഇവിടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞു ജാക്ക് ഹെറോൺ അവിടെ പോയി ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറഞ്ഞു. ജാക്ക് ഹെറോണെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ ഓട്ടോമാറ്റിക്കലി അപ്പൊ എന്ത് പറയാം? ഇറ്റ് റെപ്രസെന്റ്സ് ടിപ്പിംഗ് സ്റ്റേജ് ഓഫ് മണി ലോണ്ടറിങ്. കാരണം നമ്മൾ പറഞ്ഞാണ് മണി ലോണ്ടറിങ് സസ്പെക്റ്റിനെ മണി ലോണ്ടറിങ് റിലേറ്റഡ് ഇൻവെസ്റ്റിഗേഷനെ ബേസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ഈക്വലി ലൈക്ക് ടിപ്പിംഗ് ഓഫ്. കാരണം അവരെ നമ്മൾ അവെയർ ആക്കുവാണ് ദാറ്റ് ദേ ആർ അണ്ടർ മണി ലോണ്ടറിങ് ഇൻവെസ്റ്റിഗേഷൻ. ഇതിനെയാണ് ടിപ്പിംഗ് ഓഫ് എന്ന് വിളിക്കുക. സോ ദിസ് റെപ്രസെന്റ്സ് ഈച്ച് സ്റ്റേജസ് ഓഫ് മണി ലോണ്ടറിങ് ട്രാൻസാക്ഷൻ. ആൻഡ് നിങ്ങൾ അവിടെ സേഫ് ഗാർഡ് പറയണം. സേഫ് ഗാർഡ് എന്തായിരിക്കും? മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് സേഫ് ഗാർഡ്. അതേപോലെ തന്നെ മണി ലോണ്ടറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ കാര്യം നിൽക്കുമ്പോൾ കയറി റിസൈൻ ചെയ്യാൻ പാടില്ല.
കാരണം നിങ്ങൾ റിസൈൻ ചെയ്ത് കഴിഞ്ഞാലും റീസൺ ഫോർ റെസിഗ്നേഷൻ പറയണം. സോ അഗൈൻ ദേ വിൽ ബിക്കം അവേ ദാറ്റ് ദേ ആർ അണ്ടർ മണി ലോണ്ടറിംഗ് ഇൻവെസ്റ്റിഗേഷൻ. ആൻഡ് രണ്ടാമത് നിങ്ങളോട് ഇവിടെ ചോദിച്ചിരുന്നത് നേച്ചർ ഓഫ് റിപ്പോർട്ടിംഗ് എങ്ങനെ വേണം എന്നായിരുന്നു. നേച്ചർ ഓഫ് റിപ്പോർട്ടിംഗ് ഏതാണ്? നമ്മൾ പഠിച്ചു തന്നെ. Money laundering reporting officer should be appointed in the company, in the firm, and money laundering reporting officer should be provided with sufficient details about whatever situation which have given you rise to suspicious about a particular person. Then നിങ്ങൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. അയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് he will pass the information to Financial Intelligence Unit or National Crime Agency, and he will also provide a report which shows suspect name, address, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യാൻ പറയാം. So that's all about the reporting part. So ഇങ്ങനെയായിരിക്കും മണി ലോണ്ടറിംഗിന്റെ സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരിക. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി നിങ്ങളോട് ചോദിക്കുക ആന്റി മണി ലോണ്ടറിംഗ് പ്രോഗ്രാമിന്റെ എലമെന്റ്സിനെ കുറിച്ചായിരിക്കും. So is that clear, everyone? Yes, sir. Yes. Okay. So this is how the area of money laundering will be tested for our exam. ഇനി മണി ലോണ്ടറിംഗിന്റെ ഈ ഏരിയ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ഏരിയ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് the area of quality control. So where we have gone through the area of quality control, അല്ലേ? സോ ക്വാളിറ്റി കൺട്രോളിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, നോർമലി നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they will give us a scenario, and on the basis of the scenario നമ്മുടെ അടുത്ത് ചോദിക്കും ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ആസ് എൻ ഓഡിറ്റർ ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ് എൻഗേജ്മെന്റിനെ അഫക്ട് ചെയ്തതായിട്ട് നമുക്ക് തോന്നിയത്. സോ ബേസിക്കലി സേ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. മേ ബി റിട്രീവർ എന്ന് പറയുന്ന നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. സോ say we will be getting requirements like this. Using the information in Exhibit 1, evaluate the quality management, ethical and professional matters arising in respect of planning and performing of the audit of Retriever Group. So normally when it comes to the questions of quality control, you will be getting both cases. നിങ്ങളോട് ക്വാളിറ്റി മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അവിടെ ക്വാളിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് എന്തൊക്കെയാണുള്ളത് ദാറ്റ് യു ക്യാൻ ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ. സെയിം as that എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് അവിടെ എന്തൊക്കെയുണ്ടോ അതും പറയണം. എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് ദ ത്രെറ്റ് എഗനിസ്റ്റ് ഒബ്ജക്ടിവിറ്റി. ഏതൊക്കെ ത്രെഡ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത്? സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് റിവ്യൂ, അഡ്വക്കസി, ഫെമിലിയാരിറ്റി, ഇന്റിമിഡേഷൻ. അഡീഷണലി യു ക്യാൻ ഓൾസോ ടോക്ക് അബൌട്ട് ദ മാനേജ്മെന്റ് ത്രെഡ്. അതേപോലെ തന്നെ പ്രൊഫഷണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇഫ് ദർ ഈസ് എനിത്തിങ് ദാറ്റ് മൈറ്റ് അഫക്ട് ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയർ, യു ക്യാൻ സ്പെസിഫൈ ദാറ്റ് ആസ് വെൽ. ക്ലിയർ ആയോ? ക്ലിയർ ആയി മക്കളെ? ഓക്കെ. ഇനി ക്വാളിറ്റി കൺട്രോളിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ISAs ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ISA എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റ് പ്രകാരം വേണം നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാനായിട്ട്. സോ വി നീഡ് ടു കൺസിഡർ വെദർ ദ ഓഡിറ്റ് ഹാവ് ബീൻ പെർഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ് ഇറ്റ്സെൽഫ്. സോ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ച സമയത്തും പറഞ്ഞാണ്, നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അവര് മെറ്റീരിയാലിറ്റി ഇനീഷ്യലി സെറ്റ് ചെയ്തിട്ട് അത് റിവൈസ് ചെയ്തിട്ടില്ല എന്ന്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആസ് പെർ ISA 320 മെറ്റീരിയാലിറ്റി ഇൻ പ്ലാനിങ് ആൻഡ് പെർഫോമിംഗ് ആൻഡ് ഓഡിറ്റ്. മെറ്റീരിയാലിറ്റി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പഠിച്ചിട്ടുള്ളത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. വൺസ് ഇറ്റ്സ് ഫിക്സ്ഡ് അത് ഫോർ എലോൺ ഫിക്സ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. Yeah, it should be revised It should be revised whenever necessary. It should be reviewed throughout the audit, and whenever necessary നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം? റിവൈസ് ചെയ്യണം എന്ന് പറയാം. So if it is not done, then it means that the standards is not followed. അതുപോലെ തന്നെ ISA 501 അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. An auditor should have obtained sufficient appropriate evidence in relation to 3 matters. ഏതൊക്കെയായിരുന്നത്? Existence and condition of the inventory, പിന്നെ existence of litigation and claims against the company, and presentation and disclosure of segmental information. നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയാണ് കമ്പനി സെഗ്മെന്റൽ ഇൻഫർമേഷനെ കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, പക്ഷെ ഓഡിറ്റർ ഇതൊരു സിഗ്നിഫിക്കന്റ് ഏരിയ അല്ലാത്തതുകൊണ്ട് തന്നെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തിട്ടില്ല എന്ന് പറയാണ്. പക്ഷെ നിങ്ങൾക്ക് അത് ഒഴിവാക്കി വിടാൻ പറ്റുമോ? ഇല്ല. ആസ് പെർ ISA 501 സ്പെസിഫിക് കൺസിഡറേഷൻ എടുക്കേണ്ട കാര്യമാണ് സെഗ്മെന്റൽ ഇൻഫർമേഷന്റെ. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ISAs ആർ നോട്ട് ഫോളോഡ്. അപ്പൊ നിങ്ങൾ ഓരോന്നും വായിച്ച് നോക്കുക ISAs പ്രോപ്പർലി ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന്. രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത് അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫ് ആണ് വർക്ക് പെർഫോം ചെയ്തേക്കുന്നത് നോക്കണം. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എസ്പെഷ്യലി ജൂനിയർ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഏരിയാസ് ഒന്നും ഓഡിറ്റ് ചെയ്യിക്കാനായിട്ട് പാടില്ല.
അങ്ങനെ ജഡ്ജ്മെന്റൽ ഏരിയാസ് ഏതെങ്കിലും ജൂനിയർ ആയിട്ടുള്ള ആളുകളാണ് ഓഡിറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ മെൻഷൻ ഇറ്റ് ആസ് എൻ ഇഷ്യൂ. അതേപോലെ തന്നെ നമ്മളോട് നോക്കാൻ പറയും ഓഡിറ്റ് ടൈം പ്രഷർ ആണോ എന്ന്. ഓഡിറ്റ് ടൈം പ്രഷർ ആയി കഴിഞ്ഞാൽ യു ക്യാൻ മെൻഷൻ ദാറ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇഷ്യൂ എന്തായിരിക്കും? ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇൻ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം ഓഡിറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു ഒബ്ടൈൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് റിസ്ക് ആയിരിക്കും അവിടെ വരിക? ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണെന്നുള്ള കാര്യം. അതായത് ടൈപ്പ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ റിലയബിലിറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചിരുന്നു. നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് മക്കളെ റിലയബിലിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഫാക്ടേഴ്സ്? ഇന്റേണൽ വേഴ്സസ് എന്തായിരുന്നു? എക്സ്റ്റേണൽ. ഓക്കെ, നമ്മൾ അവിടെ എന്തായിരുന്നു പഠിച്ചത്? ഇന്റേണൽ എവിഡൻസ് വിൽ ബി ഓൾവേസ് റിലയബിൾ ദാൻ എക്സ്റ്റേണൽ എവിഡൻസ്. രണ്ടാമത് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഓഡിറ്റർ വേഴ്സസ് ക്ലയന്റ്. അവിടെ ഏതായിരുന്നു കൂടുതൽ റിലയബിൾ? എവിഡൻസ് ഒബ്ടൈൻ ബൈ ദ ഓഡിറ്റർ വിൽ ബി മോർ റിലയബിൾ ദാൻ എവിഡൻസ് പ്രൊവൈഡ് ബൈ ദ ക്ലയന്റ്. Then നമ്മൾ പഠിച്ചു ഓറൽ വേഴ്സസ് റിട്ടൺ. റിട്ടൺ എവിഡൻസ് വിൽ ബി ഓൾവേസ് മോർ റെലവെന്റ് ദാൻ ഓറൽ എവിഡൻസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? Copy versus original. ഒറിജിനൽ വേഴ്സസ് ഫോട്ടോ കോപ്പീസ് പഠിച്ചല്ലേ? ഒറിജിനൽ വേഴ്സസ് ഫോട്ടോ കോപ്പീസ് പഠിച്ചു. ഏതായിരിക്കും കൂടുതൽ റിലയബിൾ? Original. ഡെഫിനറ്റ്ലി ഒറിജിനൽ ആയിരിക്കും കൂടുതൽ റിലയബിൾ ആയിട്ട് വരിക. ദെൻ ഫൈനൽ നമ്മൾ പഠിച്ചെന്തായിരുന്നു? ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ സ്ട്രെങ്ത് നോക്കണം. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ സ്ട്രെങ്ത് ഹൈ ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? റിലയബിലിറ്റി ഓഫ് ദി എവിഡൻസും എന്തായിരിക്കും? ഹൈ ആയിരിക്കും അല്ലെ? റിലയബിലിറ്റി ഓഫ് ദി എവിഡൻസ് വിൽ ഓൾസോ ബി ഹൈ. അപ്പൊ നമ്മൾ ഇങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു വിത്ത് റിഗാർഡിംഗ് ദ റിലയബിലിറ്റി ആൻഡ് ഈച്ച് ഓഫ് ദി ഫാക്ടേഴ്സ്. അപ്പം ഒന്ന് പറഞ്ഞേ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? internal evidence will be more reliable, external evidence will be more reliable than internal evidence. Evidence obtained by the auditor will be more reliable than evidence provided by the client. Written evidence will be more reliable than oral evidence. Original documents will be more reliable than photocopies. And as the efficiency of the internal control system increases, reliability will also increase. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കണം നമ്മുടെ സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന എവിഡൻസ് വെച്ചിട്ട് അവർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എവിഡൻസ് തന്നെയാണ് ഒബ്ടൈൻ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം. ഇനി നമ്മൾ പറഞ്ഞു ഓഡിറ്റ് പ്ലാൻ പ്രകാരം തന്നെയാണ് പെർഫോം ചെയ്തേക്കുന്നത് നോക്കണം. ഓഡിറ്റ് പ്ലാൻ പ്രകാരമാണോ പെർഫോം ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? പ്ലാൻ പ്രകാരമാണോ പെർഫോം ചെയ്യേണ്ട ഓഡിറ്റ്? നോ, ഇറ്റ് ഡിപ്പെൻസ് അല്ലേ? നമ്മൾ എങ്ങനെയാന്ന് പറഞ്ഞത്? നിങ്ങളോട് ഇപ്പം സിനാരിയോക്കകത്ത് പറയാണ് ഓഡിറ്റർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓഡിറ്റർ കൺട്രോൾ അപ്രോച്ച് പ്രകാരം ഓഡിറ്റ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അതായത് ഓഡിറ്റ് വിൽ റിലേ ഓൺ ദി ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആൻഡ് വിൽ പെർഫോം ലീസ്റ്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റാൻഡീവ്സ്. നിങ്ങളോട് പറയാണ് ലേറ്റർ ഓൺ ഓഡിറ്റർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്ത സമയത്ത് ഓഡിറ്റർ കൺക്ലൂഡ് ചെയ്തു ക്ലയന്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസ് എല്ലാം വീക്ക് ആണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വി ഹാവ് ടു റിവൈസ് ദ പ്ലാൻ ബിക്കോസ് വി വിൽ നോട്ട് ബി ഏബിൾ ടു പെർഫോം ദ ഓഡിറ്റ് ഇൻ കൺട്രോൾ അപ്രോച്ച്. ഇൻസ്റ്റഡ് വേറെ ഏതെങ്കിലും അപ്രോച്ച് വേണം, അതായത് സബ്സ്റ്റാൻഡീവ് അപ്രോച്ച് വേണം ഓഡിറ്റ് ചെയ്യാനായിട്ട്. ബട്ട് നേരെ തിരിച്ച് അവിടെ നമ്മൾ എന്താ പറയാ? ഇനിയിപ്പോ ഇൻ കേസ് എങ്ങാനും നിങ്ങളോട് പറയാണ് ഓഡിറ്റർ കൺട്രോൾ അപ്രോച്ചിൽ ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു, ഫുൾ സബ്സ്റ്റാൻഡീവ് അപ്രോച്ചിൽ ഓഡിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അത് പ്രകാരം ഓഡിറ്റ് പ്ലാൻ ചെയ്തു, കൺട്രോൾസ് നോക്കി വീക്ക് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ടും ഓഡിറ്റർ അത് കൺട്രോൾ അപ്രോച്ചിലേക്ക് ഓഡിറ്റ് റിവൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഓക്കെ ആണോ? അല്ല. ഇൻ ദാറ്റ് കേസ് ഓൾസോ ഇറ്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ്. കാരണം കൺട്രോൾസ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റാൻഡീവ് അപ്രോച്ച് തന്നെ വേണം ഓഡിറ്റ് കണ്ടിന്യൂ ചെയ്യാൻ, പ്ലാൻ റിവൈസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുപോലെ നിങ്ങൾ നോക്കുക സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യം പ്രകാരം ഓഡിറ്റ് പ്ലാൻ പ്രകാരം തന്നെയാണോ പെർഫോം ചെയ്തേക്കുന്നത് എന്നുള്ളത്. ആൻഡ് വെരി ഫൈനലി വി നീഡ് ടു കൺസിഡർ whether the audit is properly supervised and reviewed. ഓഡിറ്റ് എവിടെയെങ്കിലും പ്രോപ്പർലി സൂപ്പർവൈസ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്തിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ again you can mention it as an issue. So you need to literally consider whether the audit is properly supervised and reviewed or not. So ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നോക്കേണ്ടത്? ISA ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കണം, അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ടാണ് വർക്ക് ചെയ്യിച്ചേക്കുന്നത് നോക്കുക, ടൈം പ്രഷർ ആണോ നോക്കണം, ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ നോക്കുക, ഓഡിറ്റ് പ്ലാൻ പ്രകാരമാണ് പെർഫോം ചെയ്തേക്കുന്നത്, ഓഡിറ്റ് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. So this is what you need to consider while performing the questions in relation to quality control. So quickly ഈ ഒരു ഏരിയ മാത്രം ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഈ ഒരു ഏരിയ മാത്രം from here to here.
വായിച്ചോ എല്ലാവരും? ഓക്കെ. സോ നമ്മളോട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്? The audit has been quite time pressured, and the audit manager told the juniors not to perform some of the planned audit procedures on directors' emoluments and share capital as they are considered low risk. He also instructed us not to use the firm's statistical sampling methods and selecting trade receivables balances for testing, as it would be quicker to pick the samples based on our own judgment. Two of the juniors were given the task of auditing trade payables and going concern. The audit manager asked us to review each other work, as it would be a good training for us, and he did not have time to review everything. അപ്പൊ നമ്മളോട് ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഫസ്റ്റ് നമ്മളോട് പറഞ്ഞു ഓഡിറ്റ് ടൈം പ്രഷേർഡ് ആണെന്ന്. സോ ഡയറക്ട്ലി യു ക്യാൻ പിക്ക് ദാറ്റ് ആൻഡ് യു ക്യാൻ എക്സ്പ്ലെയിൻ അബൌട്ട് ദ ടൈം പ്രഷേർഡ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും ഇല്ല ആൻസേഴ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഓഡിറ്റ് ഈസ് ടൈം പ്രഷേർഡ് എന്ന്. എന്നിട്ട് താഴെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഐഡന്റിഫൈ ദ തിങ് ആൻഡ് എക്സ്പ്ലെയിൻ. യു ക്യാൻ മെൻഷൻ ദാറ്റ് ഓഡിറ്റ് ഹാവ് മെൻഷൻ ദാറ്റ് ദ ഓഡിറ്റ് ഈസ് ടൈം പ്രഷേർഡ്, ആൻഡ് ഇൻ കേസ് ഇഫ് ദി ഓഡിറ്റ് ഈസ് ടൈം പ്രഷേർഡ്, automatically the auditor will not be able to obtain sufficient appropriate evidence in relation to the client, which would result in a detection risk. And there can be chances that auditor might be expressing an inappropriate opinion on the financial statements without adequate evidence. Then, വേറെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തു, ഡയറക്ടേഴ്സ് ഇമോൾമെന്റ്സും ഷെയർ ക്യാപിറ്റലൊക്കെ ലോ റിസ്ക് ഏരിയാസ് ആണെന്ന്. ആണോ? അല്ല, നമുക്കറിയാം ഡയറക്ടേഴ്സ് ഇമോൾമെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൈലി മെറ്റീരിയൽ ബാലൻസ് ആസ് ഇറ്റ് റെപ്രസെന്റ്സ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സ് ഇമോൾമെന്റ്സിന്റെ ഓഡിറ്റ് എപ്പോഴും ഹൈ റിസ്ക് ഏരിയ ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. ഡയറക്ടേഴ്സ് ഇമോൾമെന്റ്സ് അപ്രോപ്രിയറ്റ്ലി അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദേ ഹാവ് ഒമിറ്റഡ് എ ഹൈ റിസ്ക് ഏരിയ. അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലും ലോ റിസ്ക് ആണെന്ന് പറഞ്ഞു. ഇതൊരു ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഇറ്റ്സ് എ ഹൈലി സിഗ്നിഫിക്കന്റ് തിങ് ബിക്കോസ് ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ദി കമ്പനി മൈറ്റ് ഹാവ് ഇഷ്യൂ ഷെയർസ് ഡ്യൂറിംഗ് ദി ഇയർ. അതുപോലെ തന്നെ അവർ പറഞ്ഞു ഫേം സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തില്ല, പകരം അവർ ജഡ്ജ്മെന്റിന്റെ ബേസിസിലാണ് സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് പറഞ്ഞു. അതുപോലെ തന്നെ ജൂനിയേഴ്സ് ആണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഡിറ്റ് ജൂനിയറിനോട് സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ പറയുകയാണ് ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ. നമുക്കറിയാം ദേ മൈറ്റ് നോട്ട് ബി ആഡിക്വേറ്റ്ലി എക്സ്പീരിയൻസ് ടു സെലക്ട് ദ സാമ്പിൾസ് ഓൺ ദ ബേസിസ് ഓഫ് ജഡ്ജ്മെന്റ്. സോ ഈവൻ ഇഫ് ദേ സെലക്ട് ദ സാമ്പിൾസ്, ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ദേ മൈറ്റ് ബി ഗിവിംഗ് ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ ഓൺ ദി കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, as they will not be having much experience in that. Then നിങ്ങളോട് പറഞ്ഞു ട്രേഡ് പേയബിൾസും ഗോയിങ് കൺസേൺ ഒക്കെ ജൂനിയേഴ്സ് തന്നെ ഓഡിറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. വെൽ വി നോ ദാറ്റ് അവിടെയും അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനാണ് വർക്ക് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. അല്ല, ഗോയിങ് കൺസേൺ ഒക്കെ ഹൈലി സിഗ്നിഫിക്കന്റ് ജഡ്ജ്മെന്റൽ ഏരിയ ആണ്. ഒരു എക്സ്പേർട്ടിന് മാത്രമേ ഗോയിങ് കൺസേൺ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അങ്ങനത്തെ ജഡ്ജ്മെന്റ്സ് റിവ്യൂ ചെയ്യുന്ന ജൂനിയേഴ്സ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ കൊടുക്കാനുള്ള ചാൻസ് ഹൈ ആയിരിക്കും. ദെൻ നിങ്ങളോട് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വർക്ക് റിവ്യൂ ചെയ്തോളാൻ. സോ ഈച്ച് അതേഴ്സ് വർക്ക് റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ്. കാരണം നമുക്കറിയാം എവറി ഓഡിറ്റ് വർക്ക് ഷുഡ് ബി പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ്. എസ്പെഷ്യലി ഇറ്റ് ഷുഡ് ബി സീനിയർ ലെവൽ റിവ്യൂസ്. ഒരു ജൂനിയർ പെർഫോം ചെയ്ത വർക്ക് അവരുടെ സീനിയേഴ്സ് മാത്രമേ റിവ്യൂ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വർക്കിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവർ പെർഫോം ചെയ്ത മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കറക്റ്റീവ് ഓഡിറ്റ് പ്ലാൻ അവിടെ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവില്ല. സോ അവിടെയും മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് അൺഐഡന്റിഫൈഡ് ആയി പോകും. അതുകൊണ്ട് തന്നെ യു ക്യാൻ മെൻഷൻ ദാറ്റ് വൺ ഓൾസോ ആസ് എ റിസ്ക്. അപ്പൊ ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക ഇൻ കേസ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓരോ ക്വാളിറ്റി കൺട്രോളിന്റെ ക്വസ്റ്റ്യനും ചെയ്യുന്ന സമയത്ത് ലിറ്ററലി നിങ്ങൾ നോക്കുക അവിടെ ISAs ഫോളോ ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനാണോ വർക്ക് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്, എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്തേക്കുന്നത് അപ്രോപ്രിയേറ്റ് ആണോ, അതേപോലെ തന്നെ പ്ലാൻ പ്രകാരമാണ് വർക്ക് പെർഫോം ചെയ്തേക്കുന്നത് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൺസിഡർ ചെയ്യുക. സോ ഇങ്ങനെയായിരിക്കും ക്വാളിറ്റി കൺട്രോളിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ആൻഡ് വെൽ വി നോ ദസ് ഓരോ ക്വസ്റ്റനിൽ നിന്നും അടുത്ത ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആയിരിക്കും ക്വാളിറ്റി കൺട്രോളിന്റെ എല്ലാം. അപ്പോൾ ക്വാളിറ്റി കൺട്രോളിന്റെ ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പം റിട്രീവർ ഉണ്ട്, മക്കു ആൻഡ് കോ ഉണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്തായിരുന്നു. സോ അതെല്ലാം വീണ്ടും ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഏരിയ ആണ് ദ ഏരിയ ഓഫ് ഗോയിങ് കൺസേൺ. സോ ഗോയിങ് കൺസേണിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ ലിറ്ററലി നമുക്ക് അവിടെ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും ഗോയിങ് കൺസേൺ ആയിട്ടുള്ള ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സിഗ്നിഫിക്കന്റ് ഡൗട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക.
സോ ഗോയിങ് കൺസേൺഡ് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ എടുക്കേണ്ട ഒരു അപ്രോച്ച് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് വിച്ച് മേ കാസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡൗട്ട് ഓൺ എബിലിറ്റി ടു കണ്ടിന്യൂസ് ഗോയിങ് കൺസേൺ. നമ്മുടെ കമ്പനിക്ക് ഗോയിങ് കൺസേൺ ബേസിസിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഗോയിങ് കൺസേൺ ആണോ കമ്പനി എന്ന് ഡൗട്ട് തോന്നുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ലിറ്ററലി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് സിനാരിയോ വായിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ സിനാരിയോനെ ബേസ് ചെയ്ത് കമ്പനിയുടെ ഗോയിങ് കൺസേൺ അഫക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നത് ആ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. So literally looking at the scenario itself, it's very evident that company's revenue has decreased significantly. At the same time, the company has reported a loss during the current year. And നിങ്ങളോട് ക്വസ്റ്റ്യനിൻ്റെ അകത്ത് ആഡ് ഓൺ ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും that the company's industry is facing recession. ഇക്കണോമിയിൽ റിസഷൻ ഉള്ളതുകൊണ്ട് തന്നെ കമ്പനി ഒരു ലക്ഷറി ഫുഡ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. സോ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ദ ഫുഡ് ഐറ്റംസ് വിൽ ബി വെരി ലോ, എസ്പെഷ്യലി ദേ ആർ ഓപ്പറേറ്റിംഗ് ഇൻ എ ലക്ഷറി മാർക്കറ്റ്. So there can be chances that in the upcoming year also the company might not be able to meet the revenue forecasted that might be prepared by the company. In addition to which, if the company is not having sufficient cash flows in the upcoming year, there can be chances that the company might face cash flow difficulties and working capital requirements. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രയർ ഇയറിൽ കമ്പനിക്ക് 3,000 ആയിരുന്ന ലോൺ കറണ്ട് ഇയറിൽ 3,500 ആയിരുന്നു. അവിടെ നമ്മളോട് പറയാണ് the bank loan was extended in March 2015 by drawing on borrowing facility offered by the bank. Loan carries a fixed interest rate and is secured on the company's property including the head office and manufacturing site. First repayment of the loan is due on 30th June 2016 when 3,50,000 is due to be paid. So നമ്മളോട് അവിടെ പറഞ്ഞു ബാങ്കിന്റെ അടുത്തുനിന്ന് ഒരു ബോറോയിങ് ഫെസിലിറ്റി അവർ എടുത്തിട്ടുണ്ട്. അത് പ്രകാരം 30th June 2016, ദാറ്റ് ഈസ് ആഫ്റ്റർ ദി ഇയർ എൻഡ്, അവർക്ക് പേയ്മെന്റ് കൊടുക്കാനായിട്ടുണ്ട് 3,50,000. ആൻഡ് കമ്പനി അവിടെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തേക്കുന്നത് കമ്പനിയുടെ ഹെഡ് ഓഫീസും മാനുഫാക്ചറിങ് സൈറ്റും ആണെന്ന് പറഞ്ഞു. നമ്മൾ നോക്കുക കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ബാലൻസ് എത്രയുണ്ട് കൊടുക്കാൻ. ദേ ആർ കറന്റ് ഹാവിംഗ് എ ക്യാഷ് ബാലൻസ് ഓഫ് ഓൺലി 1,50,000 ഫോർ ദ കറന്റ് ഇയർ. ആൻഡ് ദേ ആർ ഹാവിംഗ് എ സിഗ്നിഫിക്കന്റ് പേ ഔട്ട് ഇൻ ടേംസ് ഓഫ് ബാങ്ക് ലോൺസ് ഇൻട്രസ്റ്റ് as 3,50,000, which is almost 3 times that of the company's, or more than 2 times that of the company's current cash balance. So what if the company have not paid the amount? The bank will sue the company and they might exercise the rights over the company's head office and manufacturing side. Without having a head office, the company will not be able to carry out with their day-to-day administrative activities, and without having the manufacturing side, they will not be able to produce the products according to the customer requirements, and customers will be dissatisfied, as well as company will lose its sales. Literally they will end up in nothing. So this is what you need to explain there. Same as that നമ്മളോട് ഇവിടെ പറഞ്ഞു കമ്പനി അവർ റീനെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു മേജർ സപ്ലയറുമായിട്ട്, ആൻഡ് അത് പ്രകാരം അവർ പേയ്മെന്റ് ടേംസ് എക്സ്റ്റെൻഡ് ചെയ്തു. ഫ്രം 50 days they have extended the payment days to 80 days to improve their working capital. What will be the issue there? So if the working capital is improved significantly, there can be chances that, not about the working capital, if the payment terms have been revised and if the payment is paid at a very later on date, there can be chances that the supplier will gradually get dissatisfied with the company's activities. So automatically the supplier will not be willing to provide any further credit for the company, and without having sufficient raw material, the company will not be able to continue with the production process, and they might not be able to meet the customer demands, and customer will be dissatisfied, and they will also cancel extracting existing contracts with the company, which would affect the company's revenue as well as cash flows, leading to going concern uncertainties. So this is how you need to explain answers in relation to going concern uncertainty. അപ്പോൾ ഒരു കമ്പനിക്ക് ഗോയിങ് കൺസേൺ ഇഷ്യൂസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഡൗട്ട് എന്തെങ്കിലും ഗോയിങ് കൺസേണിനെ ബേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മൾ ആൻസേഴ്സ് ഓരോന്നും ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി അവിടെ തന്നെ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, നമ്മൾ എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് പെർഫോം ചെയ്യേണ്ടതെന്ന് ചോദിക്കും ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്ത്. സോ ഗോയിങ് കൺസേൺ റിലേറ്റഡ് ആയിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരിക്കലും ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചോദിക്കുമ്പോൾ നേരെ കൊണ്ടുപോയിട്ട് ഗോയിങ് കൺസേൺ നിങ്ങൾ പഠിച്ച പോയിന്റ്സ് എഴുതി വെക്കരുത്, മാർക്ക് കിട്ടില്ല. നിങ്ങളോട് ഇവിടെ സ്പെസിഫിക്കലി ചോദിച്ചിട്ടുണ്ട് റെക്കമെൻഡ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോംഡ് ഇൻ റിലേഷൻ ടു ദ ഗോയിങ് കൺസേൺ മാറ്റേഴ്സ് ഐഡന്റിഫൈഡ്. നിങ്ങൾ കണ്ടുപിടിച്ച ഗോയിങ് കൺസേൺ മാറ്റേഴ്സ് എന്താണോ
അതിനെ ബേസ് ചെയ്ത് എന്ത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മളിപ്പോൾ 3 പ്രശ്നങ്ങളായിരുന്നു പറഞ്ഞത്. ഒന്ന്, കമ്പനിയുടെ റിസഷൻ ഉണ്ട് ഇക്കണോമിയിൽ, ആൻഡ് കമ്പനിക്ക് ക്യാഷ് ഫ്ലോസും കാര്യങ്ങളും എല്ലാം കുറവാണ്, കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റലോ കാര്യങ്ങളോ മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. 2, നമ്മൾ പറഞ്ഞു ബാങ്കിന്റെ ലോൺ പേ ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയുടെ ഈ ഹെഡ് ഓഫീസും മാനുഫാക്ചറിങ് സൈറ്റ് ഒക്കെ ലീൻ ചെയ്തെടുക്കാൻ ചാൻസ് ഉണ്ടെന്ന്. ഇവിടെ നമ്മൾ പറഞ്ഞു സപ്ലയർ ഡിസാറ്റിസ്ഫൈഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് എന്തൊക്കെയാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്, ആ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പനിയുടെ ക്യാഷ് ഫ്ലോസ് അഫക്റ്റഡ് ആവും. കമ്പനിയുടെ ക്യാഷ് ഫ്ലോ അഫക്റ്റഡ് ആവും എന്ന് അറിയാൻ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? വി ക്യാൻ ഒബ്റ്റെയിൻ ഫോർകാസ്റ്റഡ് financial statements of the company in order to understand the major streams of revenue for the company. അല്ലെങ്കിൽ കമ്പനിയുടെ ഈ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഗോയിങ് കൺസേൺ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവോ എന്നറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ റിവ്യൂ ദ ബോർഡ് മിനിറ്റ്സ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ കമ്പനി ഹാവ് എ ഡിസ്കഷൻ ഓൺ ദ ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റീസ് അബൌട്ട് ദ കമ്പനീസ് ഓപ്പറേഷൻ. ഇൻ അഡീഷൻ ടു വിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓൾട്ടർനേറ്റീവ്ലി ആ പോയിന്റ് പറയാം, റിവ്യൂ ബോർഡ് മിനിറ്റ്സ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫ്യൂച്ചർ possible sources of companies cash flows to continue in going concern നമുക്ക് പറയാം. അതേപോലെ തന്നെ നമുക്കറിയണം ബാങ്ക് നമ്മുടെ കമ്പനിയുടെ മേലെ സ്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ബാങ്കിന്റെ പേയ്മെന്റ് ടേംസ് എന്തൊക്കെയാണ് എന്ന് നമുക്കറിയണം. നമുക്കപ്പോൾ എന്ത് ചെയ്യാം? റിവ്യൂ, നമുക്ക് അവിടെ എന്തായിരിക്കും റിവ്യൂ ചെയ്യാൻ പറ്റുക? റിവ്യൂ ദ ലോൺ എഗ്രിമെന്റ്സ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓവർ വിച്ച് ബാങ്ക് വിൽ ബി ഏബിൾ ടു സ്യൂ ദ കമ്പനി ഫോർ നോട്ട് പേയിങ് ഇറ്റ്സ് interest payments that is due on 30th June 2016. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം review correspondence with the bank in order to understand whether there has been any loan agreement which the company have already violated which might create a lien on the company's head office on manufacturing side. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? You can obtain external confirmation from the bank about the payment terms and to understand whether there is any possibility that the company might be sued by the ബാങ്ക്. അതേപോലെ തന്നെ നമുക്കറിയണം കണ്ടിൻസ്കൈ കമ്പനിയുടെ പേയ്മെന്റ് ടേംസ് റീനെഗോഷിയേറ്റ് ചെയ്തതിനെ കുറിച്ച് നമുക്ക് എന്തായിരിക്കും അറിയാൻ പറ്റുക? യു ക്യാൻ റിവ്യൂ ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ കണ്ടിൻസ്കൈ കമ്പനി ആൻഡ് ദ സപ്ലയർ ഓഫ് കോക്കോ ബീൻസ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ സപ്ലയർ ഹാവ് എഗ്രീഡ് ടു ദ റിവൈസ് പേയ്മെന്റ് ടേംസ് ആൻഡ് ഇസ് ദർ എനി പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് സപ്ലയർ ഡിസാറ്റിസ്ഫാക്ഷൻ. സോ അങ്ങനെ എന്താണോ ആപ്റ്റ് ആയിട്ടുള്ളത് പറയേണ്ടത് അത് പറയാം. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ പ്രൊസീജിയേഴ്സ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ ഗോയിങ് കൺസേണിനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്താണ് കണ്ടുപിടിച്ച ഇഷ്യൂസ്, അതിനെ ബേസ് ചെയ്ത് തന്നെയുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഓരോന്നും വേണം പറയാനായിട്ട്. ക്ലിയർ ആയ മക്കളെ? ഇനി നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പഠിച്ചിരുന്നു അല്ലേ? റെലവൻസ് ആൻഡ് മെഷറബിലിറ്റി ഓഫ് ദി കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അതിന്റെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്തതായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഒന്നും കൂടെ ക്വിക്ക്ലി ഒന്ന് വേഗം വായിച്ചു നോക്കിയത്. ഡൺ? വായിച്ചെല്ലാരും? വായിച്ചാണോ മക്കളെ? Okay. So let's start with it. Okay. The Rockto University is a public sector entity and is a small university with approximately 2,000 students, which was established 10 years ago and specializes in vocational study program leading to award of degree in business, accounting, finance, law, and marketing. The highest performing students achieve a distinction on completing their degree program, indicating excellence in knowledge and understanding of their subjects. Students pay a tuition fee of 10,000 per year and a degree program is typically 3 years long. The audit work is respect of the year ended 31st July 2015 is almost complete, but the audit senior has not yet completed the audit work in respect of performance information which is being published with the annual financial statements for the first time this year. It is a requirement in jurisdiction in which Rockto University is located that performance information is audited as part of external audit. അപ്പോൾ നമ്മളോട് പറഞ്ഞു റോക്ടോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു പബ്ലിക് സെക്ടർ എൻറ്റിറ്റി ആണ്, ഒരു സ്മോൾ കമ്പനിയാണ്, 2000 സ്റ്റുഡൻസ് ആണ് അവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞു. 10 years ആയിട്ട് ഉള്ള ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ ബിസിനസ്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് കോഴ്സസ് കൊടുക്കുന്നുണ്ട്. സ്റ്റുഡൻസിന്റെ ട്യൂഷൻ ഫീസ് 10,000 per year ആണ്.
ഡിസ്റ്റിങ്ഷൻ കിട്ടുന്ന സ്റ്റുഡൻസിന് ഹയസ്റ്റ് പെർഫോമിംഗ് സ്റ്റുഡൻസിന് ഡിസ്റ്റിങ്ഷൻ കിട്ടും എന്ന് പറഞ്ഞു. ദെൻ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന അപ്പോൾ ഡീറ്റെയിൽസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി. നമുക്ക് കുറച്ച് പെർഫോമൻസ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഗ്രാജുവേഷൻ റേറ്റ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഈ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തേക്കുന്ന 85% ആളുകളാണ്. ഡിസ്റ്റിങ്ഷൻ കിട്ടിയേക്കുന്ന 20% ആളുകൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട്. 65% ആളുകൾ എംപ്ലോയബിലിറ്റി കിട്ടിയിട്ടുണ്ട്. കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ 70% സ്റ്റുഡൻസ് നമ്മുടെ കോഴ്സിൽ സാറ്റിസ്ഫൈഡ് ആണ്. സോ ദീസ് ആർ ദ ബേസിക് ഡീറ്റെയിൽസ് ദാറ്റ് ദേ ഹാവ് പ്രൊവൈഡഡ് us. ആൻഡ് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ തന്നേക്കുന്ന ഈ ഓരോ പെർഫോമൻസ് ഇൻഫർമേഷനും അത് റെലവെന്റ് ആണോ മെഷറബിൾ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ പെർഫോമൻസ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ KPIയുടെ റെലവൻസും മെഷറബിലിറ്റിയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടിങ് വിത്ത് ദ ഏരിയ ഇറ്റ് സെൽഫ്, ഒരു പെർഫോമൻസ് ഇൻഫർമേഷൻ റെലവെന്റ് ആണോ എന്ന് അറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആരൊക്കെയാണ് അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളത് നോക്കുക. നമുക്കറിയാം ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നോർമലി ആരൊക്കെ ആയിരിക്കും വരിക? സ്റ്റുഡൻസ് ഉണ്ടാവും, പിന്നെ പേരൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ എംപ്ലോയേഴ്സ് ഉണ്ടാവും. ദെൻ ഇതൊരു ഗവൺമെന്റിന്റെ അണ്ടർടേക്കിങ്ങിലുള്ളതാണ്, സോ ഡെഫിനറ്റ്ലി ഗവൺമെന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ സ്റ്റുഡൻസ് ഉണ്ടാവും. അങ്ങനെ ആരൊക്കെയാണോ ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ആയേക്കുന്ന ആളുകൾ, സോ അവരെല്ലാവരെയും നമുക്ക് എന്തായിട്ട് എടുക്കാം? We can consider them as stakeholders. Okay. So നമ്മൾ അവരെയൊക്കെ എന്തായിട്ട് എടുക്കുന്നുണ്ടാവും? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് എടുക്കുന്നുണ്ടാവും. ഓക്കെ. സോ നമ്മളപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആദ്യമേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാന്നുള്ളത് കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കണം ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ഇത് ഓരോ പെർഫോമൻസ് മെഷേഴ്സും റെലവെന്റ് ആണോ, ആണെങ്കിൽ എന്തുകൊണ്ടാണ് ആണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. സോ വെൽ വി നോ ദാറ്റ് ഫോർ ദ സ്റ്റുഡൻസ്, പേരൻസ്, എംപ്ലോയേഴ്സ്, ഗവൺമെന്റ്, പൊട്ടൻഷ്യൽ സ്റ്റുഡൻസിനെല്ലാം ഗ്രാജുവേഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇമ്പോർട്ടൻറ്റ് പെർഫോമൻസ് മെഷർ ആയിരിക്കും. കാരണം എന്താണ്? ഏതൊരു സ്റ്റുഡൻറ്റ് ഒരു കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർ ആലോചിക്കും എത്ര പേര് ഈ സ്റ്റുഡൻറ്റ് കോളേജിലുള്ളവർ പാസ്സായി പോകുന്നുണ്ട്. പേരൻസ് ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആളുകൾ പാസ്സാവുന്ന കോളേജിലായിരിക്കും കുട്ടികളെ വിടാൻ താല്പര്യപ്പെടുന്നുണ്ടാവുക. ഗവൺമെന്റിനാണെങ്കിലും അവര് ഫണ്ട് സോഴ്സ് ചെയ്യുന്ന സമയത്ത് അവര് ഫണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾ എത്ര പേര് ക്ലിയർ ആയി പോകുന്നുണ്ടെന്ന് ഗവൺമെന്റിന് അറിയണം. പൊട്ടൻഷ്യൽ സ്റ്റുഡൻസിനും ഡെഫിനറ്റ്ലി അറിയണം ഈ കോഴ്സ് മുന്നേ പഠിച്ചിട്ടുള്ളവരിൽ എത്ര പേര് ക്വാളിഫൈ ആയിട്ടുണ്ടെന്ന്. സോ ഇവർ ഓരോരുത്തരും പെർഫോമൻസ് ഇൻഫർമേഷൻ അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. സോ ഇറ്റ്സ് എ റെലവെന്റ് പെർഫോമൻസ് മെഷർ. ശരിയല്ലേ? അക്കാഡമിക് പെർഫോമൻസ് റെലവെന്റ് ആണോ? അതെ, നമുക്കറിയാം ഏതൊരു എംപ്ലോയർ ആണെങ്കിലും ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടികളെ എടുക്കാനായിരിക്കും താല്പര്യപ്പെടുക. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ കുട്ടികൾ എവിടെ പഠിക്കുമ്പോഴാണോ മാർക്ക് കിട്ടുക ആ കോളേജിലായിരിക്കും പഠിക്കാൻ താല്പര്യം ഉണ്ടാവുക. സോ അവരെ സംബന്ധിച്ചും അതൊരു ഇമ്പോർട്ടൻറ്റ് പെർഫോമൻസ് മെഷർ ആയിരിക്കും. ഇങ്ങനെ ഓരോ കേസിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് റെലവെന്റ് ആണോ എന്നുള്ളത്. ഇനി റെക്കമെൻഡ് എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് ടു ബി യൂസ്ഡ് ഇൻ ഓഡിറ്റിംഗ് പെർഫോമൻസ് ഇൻഫർമേഷൻ. അപ്പം എക്സാമിനേഷൻ ഒരെണ്ണം നമ്മൾ പറയാൻ വിട്ടുപോയി, മെഷറബിലിറ്റി. മെഷറബിലിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഇത് ഓരോന്ന് ക്വാണ്ടിഫയബിൾ ആണോ എന്നാണ്. അതായത് ഗ്രാജുവേഷൻ റേറ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണോ നോക്കുക. ക്വാളിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് മെഷറബിലിറ്റി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഗ്രാജുവേഷൻ റേറ്റ് നമുക്കറിയാം ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ. കാരണം എന്താ? എത്ര നമ്പർ ഓഫ് കുട്ടികൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി എക്സാംസ് ഔട്ട് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർഡ് ഫോർ ദ എക്സാം. അതുപോലെ തന്നെ അക്കാഡമിക് പെർഫോമൻസിന്റെ കേസിലാണെങ്കിലും ഹൗ മച്ച് സ്റ്റുഡൻസ് ഹാവ് achieved the distinction level mark out of the total number of students who appeared the exam എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. എംപ്ലോയബിലിറ്റിയുടെ കേസിലാണെങ്കിലോ the percentage of students on graduation obtain graduation level employment, അത് ഒരു റെലവെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് മെഷർ ആണ് എന്നുണ്ടെങ്കിലും മെഷറബിലിറ്റി കുറവാണ്. കാരണം എന്താ? നമ്മുടെ അടുത്ത് കോഴ്സ് പഠിച്ചതിൽ എത്ര പേർക്ക് ഗ്രാജുവേഷൻ പ്രകാരം ആ സെയിം ലെവലിലുള്ള എംപ്ലോയ്മെന്റ് കിട്ടിയെന്ന് പറയുന്നത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എല്ലാവരും സെയിം ഫീൽഡിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എംപ്ലോയ്മെന്റ് ഉണ്ടാവും, ഗ്രാജുവേഷൻ ലെവൽ എംപ്ലോയ്മെന്റ് ആണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് നോട്ട് ആൻ ഈസിലി മെഷറബിൾ തിങ്. അതേപോലെ തന്നെ കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ നമുക്കറിയാം ഇറ്റ്സ് പ്യൂർലി ക്വാളിറ്റേറ്റീവ്, ഡിപ്പെൻസ് ഓൺ പേഴ്സൺസ്. അവർ ഓരോരുത്തരും എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റിനെ റേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മാറും. കാരണം ഓരോ സ്റ്റുഡൻസും ഓരോ ഫാക്കൽറ്റീനെ മേ ബി റേറ്റ് ചെയ്യുന്നുണ്ടാവുക അവരുടെ ചിലപ്പോൾ ടീച്ചിങ് വെച്ചിട്ടാവാം, ദ വേ ദ ഇന്ററാക്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നോക്കിയിട്ടാവാം. സോ കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ജഡ്ജ്മെന്റിലാണ്, ഇറ്റ്സ് നോട്ട് മെഷറബിൾ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ റെലവൻസും മെഷറബിലിറ്റിയും പറയേണ്ടത്. ഒരു ഹെഡിങ് കൊടുക്കുക റെലവൻസ് എന്നുള്ളത്,
എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക അത് ഓരോന്നും റെലവെന്റ് ആണെന്ന്. മെഷറബിലിറ്റി എന്നുള്ള ഹെഡിങ് സെപ്പറേറ്റ്ലി കൊടുക്കുക, എന്നിട്ട് പറയാം അത് മെഷറബിൾ ആണെന്ന്. അപ്പം മെഷറബിലിറ്റി നോക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ എന്നാണ്. റെലവൻസ് നോക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, ഈ ഓർഗനൈസേഷന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണോ അവർക്ക് ഇത് ഓരോന്നും ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ്. ഇനി എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് എഴുതാൻ പറയാണ്. അവിടെ നിങ്ങൾ ലോജിക്കലി തന്നെ ആലോചിച്ച് നോക്കുക, ഇവിടെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ, എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങിക്കാനുണ്ടോ, റീകാൽക്കുലേറ്റ് ചെയ്യാനുണ്ടോ, കമ്പയർ ചെയ്ത് നോക്കാനുണ്ടോ, ഇങ്ങനെയുള്ളത് തന്നെയാണ് ആലോചിക്കേണ്ടത്. ഗ്രാജുവേഷൻ റേറ്റ് നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക, റീകാൽക്കുലേറ്റ് ചെയ്യാം. റീകാൽക്കുലേറ്റ് ദ ഗ്രാജുവേഷൻ റേറ്റ് ബൈ കൺസിഡറിംഗ് number of students who cleared the exam by the number of students who appeared for the exam in order to confirm the accuracy. നമുക്ക് പറയാം അതുപോലെ അക്കാഡമിക് പെർഫോമൻസ് എങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റുക, ഒബ്റ്റെയിൻ എ സാമ്പിൾ ഓഫ് മാർക്ക് ലിസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി, ഒബ്റ്റെയിൻ ദ കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് in order to confirm whether 20% of the students have achieved graduation level marks. എംപ്ലോയബിലിറ്റിയുടെ കേസ് നിങ്ങൾക്ക് പറയാം, ഒബ്റ്റെയിൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഫ്രം എ സാമ്പിൾ ഓഫ് സ്റ്റുഡൻസ് who have achieved graduation level employment in order to confirm whether the graduation level employment rate is 65%. Course satisfaction endu parayam namukku, discuss with the management about the manner in which they obtain rating from the students in order to confirm whether the rating scales are reasonable. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് പറയാം, review a sample of feedback forms in order to confirm whether majority of the students have confirmed their experience as excellent or very good. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക പെർഫോമൻസ് ഇൻഫർമേഷൻ്റെ പ്രൊസീജിയേഴ്സ്. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് വേറെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അന്ന് ക്വിക്ലി ഡിസ്കസ് ചെയ്ത് പോയിരുന്നു. ന്യൂമാൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമുക്ക്, അല്ലെ? അപ്പൊ ആ ന്യൂമാൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കേസിനെ കുറിച്ചായിരുന്നു ന്യൂമാൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും KPI തന്നെയായിരുന്നു. KPIയുടെ പെർഫോമൻസ് പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ടായിരുന്നു പറഞ്ഞത്, പെർഫോമൻസ് ഇൻഫർമേഷന്റെ പ്രൊസീജിയേഴ്സ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്ന ഒരു എയർലൈൻ കമ്പനീനെ കുറിച്ചിട്ടായിരുന്നു. അവിടെ നമ്മളോട് പറഞ്ഞു ആ എയർലൈൻ കമ്പനിയുടെ പെർഫോമൻസ് ഒബ്ജക്റ്റീവ് അവർ അച്ചീവ് ചെയ്താണ്. ഫ്യൂവലിന്റെ ഫ്യൂവലിന്റെ കൺസംഷൻ അവർ 5% കുറച്ചു, അല്ലെങ്കിൽ അവർ 7% ഓഫ് വെഹിക്കിൾ ഫ്യൂവലിന് മേലെ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുക, you can perform analytical procedure by comparing current year fuel expense with the prior year in order to confirm whether the fuel expense have been reduced by 7%. നിങ്ങൾക്ക് പ്രൊസീജിയർ പറയാം. അവർ പറഞ്ഞു ലോക്കൽ ലേണിംഗ് ഇനിഷ്യേറ്റീവിന് വേണ്ടിയിട്ട് $750,000 സ്പെൻഡ് ചെയ്തു. നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക, ഡൊണേഷന്റെ റെസിപ്റ്റ്സ് ചോദിക്കാൻ പറയാം. അതേപോലെ തന്നെ അവർ പറഞ്ഞു 2250 സ്റ്റുഡൻസ് അവരുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു എന്ന്. നിങ്ങൾക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക, registration forms നിങ്ങൾക്ക് നോക്കാം. Review the list of registrations in order to confirm whether 2250 students have appeared local learning initiative program. നിങ്ങൾക്ക് പറയാം. ഇങ്ങനെയുള്ള ഓരോ പ്രൊസീജിയേഴ്സ് പറയാം. ഇതേപോലെ തന്നെ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ കണ്ടിരുന്നു, മൂസ്വുഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അവിടെയും നമ്മളോട് പെർഫോമൻസ് ഇൻഫർമേഷൻ തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്, പക്ഷെ ഒരു ഹോസ്പിറ്റലിന്റെ ആയിരുന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞു അവിടെ ഒരു ആവറേജ് പേഷ്യന്റ് ടു നേഴ്സ് റേഷ്യോ 6:1 വേണം, 75% സർജിക്കൽ റൂംസ് യൂസ് ചെയ്തിട്ടുണ്ടാവണം, 28 ഡേയ്സിനുള്ളിൽ 3% മാത്രം ആളുകളെ സെയിം ഡിസീസ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ റീവിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ലോജിക്കലി ആലോചിച്ച് നോക്കുക, ഇത് ഓരോന്നും കൺഫേം ചെയ്യാൻ എന്തായിരിക്കും നമുക്ക് പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നതെന്ന്, അതായിരിക്കും നമ്മൾ പ്രൊസീജിയർ ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ ഈ രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക ഇൻ റിലേഷൻ ടു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഓഫ് പെർഫോമൻസ് ഇൻഫർമേഷൻ. ക്ലിയർ ആയോ? ഇനി സെയിം as ദാറ്റ് നമ്മൾ ഡ്യൂ ഡെലിജൻസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അവിടെ ഇമ്പോർട്ടന്റ്ലി നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻ ആയിരുന്നു, ചീറ്റ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ വേറെ ഏതായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, ജേക്കബ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇമ്പോർട്ടന്റ്ലി നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? സോ ചീറ്റ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരുന്നു ഡ്യൂ ഡെലിജൻസിനെ പറ്റിയിട്ട്, വൈ ഈച്ച് മാറ്റർ റിക്വയർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആസ് പാർട്ട് ഓഫ് ഡ്യൂ ഡെലിജൻസ് റിവ്യൂ. എന്തുകൊണ്ടാണ് ഡ്യൂ ഡെലിജൻസ് റിവ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടത്, ഈ ഓരോ കാര്യങ്ങളെ കുറിച്ചും. റെക്കമെൻഡ് ദി ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോംഡ്. ഡ്യൂ ഡെലിജൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് നമ്മൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്നും നമ്മളോട് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്യൂ ഡെലിജൻസിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യമേ ലോജിക്കലി ആലോചിക്കേണ്ടത് എന്താണ് ഡ്യൂ ഡെലിജൻസ് എന്നുള്ളതാണ്. എന്താണ് മക്കളെ ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ്? എന്തായിരുന്നു ഡ്യൂ ഡെലിജൻസ്? നമ്മുടെ കമ്പനി മറ്റൊരു കമ്പനീനെ എന്ത് ചെയ്യാൻ പോവാണ്, അക്വിസിഷൻ നടത്താനായിട്ട് പോവാണ്. യെസ്, നമ്മുടെ കമ്പനി മറ്റൊരു കമ്പനീനെ അക്വിസിഷൻ നടത്തുന്ന സമയത്ത്
ആ അക്വിസിഷൻ റീസണബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എൻഗേജ്മെന്റിനെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുക? വിൽ കോൾ ഇറ്റ് as ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് അല്ലേ? അപ്പം നമ്മൾ നടത്തിയേക്കുന്ന ഒരു അക്വിസിഷൻ വേർത്ത് ഇറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എൻഗേജ്മെന്റിനെയാണ് ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റിന്റെ കേസിൽ ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ ബയർ. അപ്പൊ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കമ്പനിക്ക് വേർത്ത് ഇറ്റ് ആണോ അല്ലയോ? നമ്മുടെ കമ്പനി ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് എന്താണ് നമ്മുടെ പേർപ്പസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വേണം നിങ്ങൾ ആലോചിച്ച് നോക്കാൻ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഡ്യൂ ഡിലിജൻസ് റിവ്യൂവിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതെന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യമേ എന്തുകൊണ്ടാണ് ഇവർ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് എന്നുള്ളത് ആദ്യമേ വായിച്ച് മനസ്സിലാക്കുക. ഒന്ന് വേഗം വായിച്ചു നോക്കി ഇവിടം. വായിച്ചു നോക്കിയ എല്ലാവരും. സോ നമ്മളോട് അവിടെ എന്താ പറഞ്ഞത്? എന്താ നമ്മളോട് പറഞ്ഞേക്കുന്നത്? ലെപ്പേർഡ് കമ്പനി എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തെന്ന് പറഞ്ഞു? ഒരു ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ഡ്യൂ ഡെലിജൻസ് റിവ്യൂവിന് വേണ്ടിയിട്ട് നമ്മളെ വിട്ടേക്കാണ്. സീബ്ര കമ്പനിയുടെ ഈ കമ്പനി എന്ത് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു? ചീറ്റ എന്ന് പറയുന്ന കമ്പനിനെ അക്യൂർ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. സിനർജി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് പറഞ്ഞു ഈ അക്വിസിഷൻ നടത്തുന്നത്. ആസ് പാർട്ട് ഓഫ് ഡ്യൂ ഡെലിജൻസ് റിവ്യൂ നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്താ? സീബ്ര കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ വാലുവേഷൻ ചെയ്യണം നമ്മൾ. അതേപോലെ തന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫോർകാസ്റ്റും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മളോട് പറഞ്ഞു, നമ്മളോട് ആസ് പാർട്ട് ഓഫ് ദിസ് റിവ്യൂ സീബ്ര കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിയുടെ വാലുവേഷൻ കൊടുക്കണം. അതേപോലെ തന്നെ സീബ്ര കമ്പനിയുടെ പെർച്ചേസ് കൺസിഡറേഷൻ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സീബ്ര കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് വായിച്ചിട്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ കമ്പനിയുടെ ഫോർകാസ്റ്റിനെ എഫക്ട് ചെയ്യുന്നത്, അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫോർകാസ്റ്റിനെ എഫക്ട് ചെയ്യുന്നത്, അതെന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറയാം. ഇവിടെ പറഞ്ഞേക്കുന്ന കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ വാലുവേഷൻ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെന്തൊക്കെയാണെന്നും പറയാം. അതുവഴി പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് വേഗം ഈ കാര്യം ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് സീബ്ര കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ വാലുവേഷൻ എഫക്ട് ചെയ്യുന്നത് നോക്ക്. വേഗം വായിച്ചു നോക്കേ. വായിച്ചു നോക്കി എല്ലാവരും. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? അവർ പറഞ്ഞു നമ്മൾ കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്തു. ഔട്ട്സ്റ്റാൻഡിംഗ് റിസീവബിൾസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കറസ്പോണ്ടൻസ് ആണ് നമ്മൾ റിവ്യൂ ചെയ്ത്. അവിടെ നമ്മളോട് പറഞ്ഞു one of our team have found a letter from a large retailer of Zebra company that produces a number of unique products, providing advance notice that they are not renewing their purchase agreement when the current one expires. Customer advised that they are switching to a new entrant in the market who is substantially cheaper than the Zebra company. Brief analysis identified that customer provides on an average almost 5% of the Zebra company's annual revenue. അപ്പൊ നമ്മളോട് പറഞ്ഞു കസ്റ്റമേഴ്സിന്റെ കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്ത സമയത്ത് നമുക്ക് എന്താ മനസ്സിലായത്? സീബ്ര കമ്പനിയുടെ ഒരു മെയിൻ സപ്ലയർ പോയി എന്ന് പറഞ്ഞു. കസ്റ്റമർ പോയി എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഒരു പുതിയ സപ്ലയർ വന്നു, അവർ നമ്മളെക്കാളും ചീപ്പർ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ദെൻ നമ്മളോട് പറഞ്ഞു 5% ആണ് ഈ കസ്റ്റമർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ എന്തായിരിക്കും പറയാൻ പറ്റുക? നമ്മൾ നോക്കുക, ഇവിടെ സീബ്ര കമ്പനിയുടെ പ്രോഫിറ്റ് ഫോർകാസ്റ്റിനെ എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? വാലുവേഷൻ എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? അതുവഴി പർച്ചേസ് പ്രൈസിനെ എഫക്ട് ചെയ്യുമോ? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളോട് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ വേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് പറയാം? വി റിക്വയർ ഫെർദർ ഇൻഫർമേഷൻ ഇൻ റിലേഷൻ ടു ദ ലോസ് ഓഫ് റവന്യൂ. കാരണം എന്താണ്? വെൻ വി ക്രിയേറ്റ് എ പ്രോഫിറ്റബിലിറ്റി ഫോർകാസ്റ്റ് ഓഫ് ദി കമ്പനി, they will be considering the revenue contribution from each and every customers of the company, both the current customers as well as the potential customers. So since the company have already lost revenue of 5% from their major customer, there can be chances that this same customer might have planned to order in the future also. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതും നമ്മൾ ഫോർകാസ്റ്റഡ് പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സോ ആ 5%-നോട് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണോ പ്രോഫിറ്റബിലിറ്റി ഫോർകാസ്റ്റ് കാണിച്ചേക്കുന്നത്, അത് റവന്യൂവിൻ്റെ നിന്നും അതിന്റെ റിലേറ്റഡ് കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. കാരണം എന്തായിരിക്കും? പർച്ചേസ് കൺസിഡറേഷനെ അത് എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്തായിരിക്കും അഡീഷണലി പറയാൻ പറ്റുക? വി നീഡ് ടു ഹാവ് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് ഫെർദർ ലൂസ് ഓഫ് കസ്റ്റമേഴ്സ് ആസ് വെൽ. കാരണം എന്തായിരിക്കും? ഫ്യൂച്ചറിലും ഇനിയും ഫെർദർ കസ്റ്റമേഴ്സ് നമ്മുടെ കമ്പനിയായിട്ടുള്ള കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്.
ഇൻ കേസ് എങ്ങാനും ഈ പുതിയ എൻട്രന്റ് ഇൻ ദ മാർക്കറ്റ് നമ്മുടെ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് മേലെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഓട്ടോമാറ്റിക്കലി അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, ഫെർദർ റവന്യൂ ലോസ് അവിടെ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ അൺസർട്ടനിറ്റി ഒരു ബാർഗനിങ് ടൂളായിട്ട് യൂസ് ചെയ്ത് പ്രൈസ് റെഡ്യൂസ് ചെയ്യണം എന്ന് നമുക്ക് പറയാം. എഗെയിൻ ഫെർദർ നമുക്ക് പറയാം ഈ കമ്പനി ഒരു ബെസ്പോക്ക് ഫേർണിച്ചർ അല്ലെങ്കിൽ യൂണിക് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായി നമ്മളോട്. സോ ഓട്ടോമാറ്റിക്കലി ഈ കമ്പനിക്ക് ഈ കസ്റ്റമറിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് ഓൾറെഡി പ്രൊഡക്ഷൻ എന്തെങ്കിലും നടത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻവെന്ററി ഇനി എന്താവും, ഒബ്സലേറ്റ് ആവും. അല്ലെങ്കിൽ ആ ഇൻവെന്ററി മാനുഫാക്ചർ ചെയ്യാൻ സ്പെസിഫിക് അസെറ്റ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അസെറ്റിന്റെ വാല്യൂം ഇംപയർഡ് ആവാൻ ചാൻസ് ഉണ്ട്. വെൽ വി നോ ദാറ്റ് നെറ്റ് അസെറ്റ്സ് കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വി നീഡ് ടു കൺസിഡർ ഇറ്റ് ആസ് എ ബാർഗനിങ് ടൂൾ. ഫെർദർ നമ്മൾ കമ്പനിയുടെ പർച്ചേസ് കൺസിഡറേഷൻ കുറയ്ക്കണം, അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ വേണം എന്ന് പറയാം. സോ ഈ രീതിയിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക വൈ വി റിക്വയർ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ. ഇനി ഈ രീതിയിൽ മാത്രമല്ല നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നമ്മളോട് മറ്റൊരു രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ നമ്മളോട് ഇപ്പം ജേക്കബ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചുള്ള സിനാരിയാണ് പറഞ്ഞേക്കുന്നത്. സോ ഈ ജേക്കബ് കമ്പനി എന്ന് പറയുന്ന കമ്പനി ഒരു ലാർജ് കമ്പനിയാണ്. അവർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് സർവീസ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന കമ്പനിയാണ്. അവർക്ക് കറന്റ് എക്സ്പെർട്ടൈസ് ഇല്ലാത്തൊരു ഏരിയ ആണ് സ്വിമ്മിംഗ് പൂൾ ആൻഡ് ഹോട്ട് ടബിന്റെ മെയിൻ്റനൻസ്. അപ്പം ആ ഒരു നോളജ് അവർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാണ്, അവരൊരു പുതിയ പൊട്ടൻഷ്യൽ ടാർഗറ്റ് കമ്പനീനെ അക്യൂർ ചെയ്യാണ്. സോ അത് കാരണം കൊണ്ട് അവർ നമ്മുടെ അടുത്താണ് അക്വിസിഷനുള്ള ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് തന്നേക്കുന്നത്. അപ്പൊ നമ്മളോട് എക്സാമിന് അവർ പറയാണ്, സി ലോക്കി കമ്പനി എന്ന് പറയുന്ന അക്വിസിഷൻ ടാർഗറ്റ് കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് തന്നു. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടത് ഈ ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യാനായിട്ടെന്ന്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടതെന്നും അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ സിനാരിയോ പ്രോപ്പർലി വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ലോക്കി കമ്പനി എന്ന് പറയുന്നത് നമ്മൾ അക്യൂർ ചെയ്യാൻ പോകുന്ന കമ്പനിയാണ്. നിങ്ങളൊരു ബയ്യറിനെ പോലെ അവിടെ കേട്ടിരിക്കുക, ലോക്കി കമ്പനി നിങ്ങളോട് പറയുന്നത് എന്തൊക്കെയാന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ക്വിക്ലി ഈ 2 പാരഗ്രാഫ് മാത്രം ഒന്ന് വായിച്ചു നോക്കി വേഗം. കഴിഞ്ഞാലും ഓക്കെ, നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, ഞാൻ പറയാണ് ഞാനാണ് ലോക്കി കമ്പനി എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് നമ്മുടെ കമ്പനി ഒരു ഓണർ മാനേജ്ഡ് ബിസിനസ് ആണ്. നമ്മൾ മൊത്തം 5 ഡയറക്ടേഴ്സ് ആണുള്ളത്. അതിൽ 3 പേരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. കറന്റ് നമ്മുടെ ഓഫീസ് ഇരിക്കുന്നത് നമ്മുടെ തന്നെ ഒരു ഫാമിലി എസ്റ്റേറ്റിലാണ്. നമ്മുടെ കമ്പനി ഒരു പുതിയ ലാൻഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഹെഡ് ഓഫീസ് പണിയാനായിട്ട്. നമ്മുടെ കമ്പനി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നല്ല രീതിയിൽ ഗ്രോ ആയിട്ടുണ്ട്. സോ നമ്മൾ കൂടുതൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വലിയ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. കാരണം വിന്റർ മന്തിൽ ഓപ്പറേറ്റ് ചെയ്യണം, നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി വേണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഇവിടെ എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടതെന്നുള്ളത് ചോദിക്കുക, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളൂ ജസ്റ്റ് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയായിരിക്കും അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടത്, നിങ്ങൾക്ക് അറിയണം കമ്പനിയുടെ ബോർഡ് സ്ട്രക്ചറിനെ കുറിച്ച്. കാരണം എന്തുകൊണ്ടായിരിക്കും, കാരണം അക്വിസിഷന് ശേഷം നിങ്ങളുടെ കമ്പനിയുടെ സ്ട്രക്ചറും അവരുടെ കമ്പനിയുടെ സ്ട്രക്ചറും കൂടെ തമ്മിൽ മേജ് ആവുമോ എന്നുള്ള കാര്യം നോക്കണം. മേജ് ആവും എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയണം അതിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട മറ്റൊരു കാര്യം എന്തായിരിക്കും, കമ്പനിയുടെ എക്സിസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഫാമിലി ബിൽഡിംഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയണം. കാരണം എന്തായിരിക്കും, പുതിയ പീസ് ഓഫ് ലാൻഡ് അവർ പർച്ചേസ് ചെയ്തിട്ടേ ഉള്ളൂ ന്യൂ ഓഫീസ് കൺസ്ട്രക്ട് ചെയ്യാൻ. കൺസ്ട്രക്ഷൻ ഇസ് നോട്ട് എറ്റ് ഡൺ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയേഴ്സ് ബിൽഡിങ്ങിൽ ഇരിക്കുന്ന ഓഫീസ് അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഇൻകറിങ് അഡീഷണൽ എക്സ്പെൻസസ് ഓൺ ദാറ്റ്. സോ അക്വിസിഷൻ കോസ്റ്റിന്റെ കൂട്ടത്തിൽ അതും കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പ്രോപ്പർലി കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. Additionally, you need to know the details relating to the land. കാരണം എന്തായിരിക്കും, you need to know about the area of the land purchased, location of the land, as well as the amount of purchase consideration paid for it. കാരണം you need to know whether you will be getting this particular land as part of acquisition. അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ലാൻഡിന്റെ അസറ്റ് വാല്യൂ കൂടെ കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് ഫീസിബിൾ ആണോ എന്നുള്ളത് നോക്കണം. ഇനി അവർ പറഞ്ഞു അതേപോലെ തന്നെ കമ്പനി ഒരു സിഗ്നിഫിക്കന്റ് ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്. സോ യു നീഡ് ടു നോ ദ ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ ബാങ്ക് ലോൺ. എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും അറിയേണ്ടി വരിക, the amount borrowed, interest rate, repayment terms, then any asset or any other things that have been given as security. അതോരോന്നും അറിയണം. കാരണം after the acquisition you guys will be liable to pay back the whole amount of bank loan. So you need to know proper details about the loan. അതേപോലെ തന്നെ നമ്മൾ പറയണം ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം. എക്സിസ്റ്റിംഗ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഇവർ എത്ര ഡ്രോ ചെയ്തിട്ടുണ്ട്, എത്ര ടൈമിലേക്കായിരിക്കും ഓവർ ഡ്രാഫ്റ്റ് അവൈലബിൾ ആവുക, അതിന്റെ ഇൻട്രസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ആഫ്റ്റർ അക്വിസിഷൻ നിങ്ങൾക്ക് ഈ ഓവർ ഡ്രാഫ്റ്റ് കിട്ടുമോ എന്നുള്ള കാര്യവും നിങ്ങൾ പ്രോപ്പർലി മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും,
കാരണം ഈ ഓവർ ഡ്രാഫ്റ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഓൾസോ ബി സ്ട്രഗ്ലിംഗ് ഇൻ ദ വിന്റർ മന്ത്സ്. സോ യു നീഡ് ടു നോ വെദർ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദ സെയിം ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. സോ യു വിൽ ബി ഹാവിംഗ് പ്രോപ്പർ കോൾ ഓൺ ദാറ്റ് ആസ് വെൽ. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോ അഡീഷണൽ ഇൻഫർമേഷൻ വേണം എന്ന് പറയുന്നത്, അതിന്റെ പർപ്പസും പറയാം. ഇപ്പൊ നമ്മൾ സിനാരിയോ സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞത്. ഇതിന് പുറമെ ഇനി എന്തും പറയുന്നുണ്ടാവണം? ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? യു ക്യാൻ ആസ്ക് ഫോർ prior year audited financial statements, you can ask for the forecasted financial statements, അതേപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ട്സ് ചോദിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോർഡ് സ്ട്രക്ചർ ചോദിക്കാം. ഇതെല്ലാം കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളതും കൂടി പറയണം. സോ ഈ ആൻസർ ഒന്ന് പ്രോപ്പർലി വായിച്ച് നോക്കുക. സോ യു വിൽ ബി ഗെറ്റിംഗ് പ്രോപ്പർ ഗ്രിപ്പ് ഓൺ ദാറ്റ് ആസ് വെൽ. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോ അഡീഷണൽ ഇൻഫർമേഷന്റെ പേർപ്പസ് പറയാം. ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ മാത്രം പറഞ്ഞാൽ പോരാ, എപ്പോഴും ഓർക്കുക അതിന്റെ പേർപ്പസ് എന്താണെന്നുള്ളതും നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇസ് എ ക്ലിയർ എവരിവൺ? ക്ലിയർ ആണോ പ്രോപ്പർലി? ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന്, ദ ഏരിയ ഓഫ് PFI ഓർ ദ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. വെൽ, എന്തായിരുന്നു മക്കളെ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ PFI? എന്തായിരുന്നു PFI? നമുക്കറിയാം, ഇറ്റ്സ് ബഡ്ജറ്റ്സ് ആൻഡ് ഫോർകാസ്റ്റ്. അതായത് ദീസ് ആർ ദ ഇൻഫർമേഷൻ ദാറ്റ് ആർ ഗോയിങ് ടു ടേക്ക് പ്ലേസ് ഇൻ ഫ്യൂച്ചർ. അപ്പൊ സംഭവിച്ച കാര്യങ്ങളല്ല, സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചേക്കാം എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളെയാണ് PFI എന്ന് വിളിക്കുക. അപ്പൊ PFIയുടെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം അവിടെ സംസാരിക്കേണ്ടത് ജനറൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം, നോർമലി നമുക്കൊന്നെങ്കിൽ ഫോർകാസ്റ്റഡ് P&L ആയിരിക്കാം, അല്ലെങ്കിൽ മോസ്റ്റ് മജോറിറ്റി ഓഫ് കേസിലും ഫോർകാസ്റ്റഡ് P&L അല്ലെങ്കിൽ SOFP ആണ് കിട്ടുക. അതിന് പുറമെ നിങ്ങൾക്ക് ഫോർകാസ്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് വരാം. ഈതർ വേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ജനറൽ പ്രൊസീജിയേഴ്സ് ഓരോന്നും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ അവിടെ നോക്കണം, നമ്മുടെ കമ്പനിയുടെ ഫോർകാസ്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ആക്യുറസി അറിയാനായിട്ട് എന്ത് ചെയ്യാം? റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അക്കൗണ്ടിങ് പോളിസീസ് എന്തൊക്കെയാണോ IFRS സ്റ്റാൻഡേർഡ്സ് പ്രകാരം അവർ കംപ്ലൈ ചെയ്യുന്ന ഹിസ്റ്റോറിക് ഫിനാൻഷ്യൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് അത് തന്നെയാണ് ഫോർകാസ്റ്റിനകത്ത് യൂസ് ചെയ്തേക്കെന്ന് നോക്കാം. കറണ്ട് ഇയറിന്റെ ഫോർകാസ്റ്റ് പ്രയർ ഇയറുമായിട്ടും പ്രയർ ഇയറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം, പ്രയർ ഇയർ ആക്ച്വൽ ഫിനാൻഷ്യൽസുമായിട്ട്. അല്ലെങ്കിൽ പ്രയർ ഇയറിന്റെ ഫോർകാസ്റ്റും പ്രയർ ഇയർ ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. കഴിഞ്ഞ വർഷത്തെ അവരെടുത്തേക്കുന്ന അസംഷൻസ് എത്രത്തോളം റീസണബിൾ ആണെന്ന് അറിയാൻ. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഓരോ നമ്മൾ പെർഫോം ചെയ്ത് നോക്കണം, അത് റീസണബിൾ ആണെന്ന് അറിയാൻ. അതേപോലെ തന്നെ ഓഡിറ്ററിന്റെ നോളജ് ഓഫ് ബിസിനസിന്റെ ബേസിസിൽ തന്നെ കൺസിഡർ ചെയ്ത് നോക്കുക ഇവരെടുത്തേക്കുന്ന ഓരോ ഫോർകാസ്റ്റും റീസണബിൾ ആണെന്ന്. ഇത് ഓരോന്നും നമ്മൾ ജനറൽ ആയിട്ട് പറയാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു, ഒരിക്കലും ജനറൽ ആയിട്ട് പറയുന്ന പോയിന്റിനല്ല സഫീഷ്യന്റ് മാർക്ക് കിട്ടുക. സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് തന്നെ പറയാം. ഫോർകാസ്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് നോക്കുക ക്ലയന്റിന്റെ എങ്ങനെയാണെന്ന്. സോ നമുക്ക് ക്ലയന്റിന്റെ ഫോർകാസ്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും അവർ സിനാരിയോക്കകത്ത് തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നോക്കുക ഇവരുടെ ഫോർകാസ്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ പറയുന്നുണ്ട് ഇവരുടെ റവന്യൂവിനെ കുറിച്ച്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ കുറിച്ച് പറഞ്ഞു, ഫിനാൻസ് കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, പ്രോഫിറ്റ് ബിഫോർ ടാക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിന്റെ ഓരോന്നിന്റെയും ബ്രേക്ക് ഡൗണും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞു അപ്പം അവർ റവന്യൂ കാണിച്ചേക്കുന്നത് 35,000 ആണ് അൺഓഡിറ്റഡിൻ്റെ അകത്ത്, ഫോർകാസ്റ്റിനകത്ത് 43,000 46,000 ആണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം? യു ക്യാൻ perform analytical procedures followed by discussion with the management on trend in revenue, which is forecasted to increase by 56% ആണ്. 56% as compared with the prior year എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ സിനാരിയോ നോക്കിയിട്ട് പറയാം കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടുവാണ് ചെയ്തേക്കുന്നത്. അതെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റീസൺസ് ഫോർ increase in operating expenses by %, in order to understand whether it is due to the inclusion of any additional expenditure during the upcoming year. അതുപോലെ തന്നെ അവരുടെ ഫിനാൻസ് കോസ്റ്റ് കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? We can obtain the breakdown of finance cost in order to confirm whether the interest expense in relation to the new bank loan has been included appropriately. അതേപോലെ തന്നെ അവർ പറയാണ് അവർ പുതിയതായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് നടത്തിയിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? obtain the breakdown of operating expense in order to confirm the depreciation in relation to the new capital expenditure has been included within the current year expenses അല്ലെങ്കിൽ within the forecasted financials എന്നുള്ളത് പറയാം. ഇനി അവർ പറയാണ് കമ്പനി എന്തെങ്കിലും അവരുടെ എക്സിസ്റ്റിംഗ് അസറ്റ്സ് ഡിസ്പോസ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ കേസിൽ നിങ്ങൾക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? റിവ്യൂ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തന്നെ പറയാം, ടു കൺഫേം വെദർ ദ ലോസ് ഓഫ് ഡിസ്പോസൽ ഇൻ റിലേഷൻ ടു ദ എക്സിസ്റ്റിംഗ് PPE has been included within the forecasted financials. അത് ഓൾട്ടർനേറ്റീവ്ലി പറയാം.
ഇനി അവരിവിടെ പറഞ്ഞിട്ടുണ്ട് അവർ ടിക്കറ്റ് പ്രൈസ് 7.5 10 ആക്കുമെന്ന് ഫ്രം 1st September തൊട്ടിട്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, റീകാൽക്കുലേറ്റ് ദ റവന്യൂ ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ റവന്യൂ ഹാസ് ബീൻ കമ്പ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് amended ticket prices of $10 per ticket from 1st September 2015 എന്നുള്ള പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവരെടുത്തേക്കുന്ന ഈ ഒരു ടിക്കറ്റ് പ്രൈസ് ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് ദ ടിക്കറ്റ് പ്രൈസ് വിത്ത് ദാറ്റ് ഓഫ് ദി കോമ്പറ്റീറ്റേഴ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ ഇൻക്രീസ് ഇൻ ടിക്കറ്റ് പ്രൈസ് മെൻഷൻ ബൈ ദ കമ്പനി ഈസ് റീസണബിൾ എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ഈ ഓരോ രീതിയിലും വേണം നമ്മൾ PFIയുടെ പറയാനായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഓരോന്നിലും ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. PFIയുടെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് നമ്മൾ പറയുമ്പോൾ മാത്രം സംഭവിച്ച കാര്യങ്ങളല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹിസ്റ്റോറിക് ഇൻഫർമേഷന്റെ പുറത്ത് നമുക്ക് കിട്ടുന്ന അത്ര എവിഡൻസ് PFIയുടെ കേസിൽ കിട്ടില്ല. സോ PFIയുടെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും ആ ലോജിക്ക് യൂസ് ചെയ്യുന്നുണ്ടാവണം. എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഹിസ്റ്റോറിക് ഇൻഫർമേഷൻ പറയുന്ന പോലുള്ള ഡോക്യുമെന്റ്സ് ഒന്നും മെൻഷൻ ചെയ്യരുത്. അത് നമുക്ക് PFIയുടെ കേസിൽ കിട്ടില്ല. അപ്പോൾ ഫോർകാസ്റ്റിന്റെ ബേസിസിൽ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള ലോജിക്ക് എപ്പോഴും ആലോചിച്ച് തന്നെ PFIയുടെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് എഴുതുക. ക്ലിയർ ആയോ? Is it clear everyone? Okay. ഇനി ഇമ്പോർട്ടൻ്റ്ലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം ഉണ്ടായി, മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ അടുത്ത് എക്സാമിന് ചോദിക്കും വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബൈ ദ ഓഡിറ്റർ ബിഫോർ അക്സെപ്റ്റിംഗ് എ PFI എൻഗേജ്മെന്റ്. അല്ലെ നമ്മളോട് ചോദിക്കും വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബൈ ദ ഓഡിറ്റർ ബിഫോർ അക്സെപ്റ്റിംഗ് ദ ഓഡിറ്റ് ഇൻ റിലേഷൻ ടു ഡാഷ് കമ്പനി. അപ്പൊ ഇതായിരുന്നു നമ്മൾ പറഞ്ഞത് അബൌട്ട് ദ ഫാക്ടേഴ്സ് ടു കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്. ഒരു എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? റിസോഴ്സ് അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം, ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് സ്റ്റാഫ് അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ടൈം. റിസ്ക് നമുക്ക് സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഫീസ്, പ്രൊഫഷണൽ കോമ്പീറ്റൻസ്, റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയന്റ്, പ്രീ കണ്ടീഷൻ, പ്രൊഫഷണൽ ക്ലിയറൻസ്, ഇൻഡിപെൻഡൻസ്, മാനേജ്മെന്റ് ഇന്റഗ്രിറ്റി, മണി ലോണ്ടറിങ്. പക്ഷെ നിങ്ങളോട് പറഞ്ഞു ഈ പോയിന്റ് ഏതെങ്കിലും നിങ്ങൾ കൊണ്ട് ഡയറക്റ്റ്ലി എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, സിനാരിയോ സ്പെസിഫിക് ആയിട്ട് തന്നെ ആലോചിച്ച് നോക്കണം. സിനാരിയോയ്ക്ക് അത് പറഞ്ഞേക്കുന്ന പ്രകാരം നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുമോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഈ സിനാരിയോയ്ക്ക് അത് പറഞ്ഞേക്കുന്ന ഇൻഫർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെ പോയിന്റ്സ് ആണ് വരുന്നത് അത് മാത്രമേ എഴുതാവുള്ളൂ. നിങ്ങളോട് ഇവിടെ പറഞ്ഞു ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അവിടെ നിങ്ങളോട് പറഞ്ഞു കമ്പനിക്ക് ടോട്ടൽ 20 സബ്സിഡറീസ് ഉണ്ട്, ഹാഫ് ഓഫ് ദി സബ്സിഡറീസ് ഓവർസീസിലാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് പറയണം, വി നീഡ് ടു കൺഫേം അബൌട്ട് ദി റിസോഴ്സ് അവൈലബിലിറ്റി. കമ്പനി 20 subsidiaries ഉള്ള ഒരു സബ്സിഡറിയാണ്. സോ ലിറ്ററലി യു ആർ ഗോയിങ് ടു പെർഫോം ഓഡിറ്റ് ഫോർ അറൌണ്ട് 21 subsidiaries. So you need to consider whether you will be able to perform the audit engagement within the allocated time period. അങ്ങനെ ആ ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ എൻഗേജ്മെന്റ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് പറയാം. ദെൻ നിങ്ങളോട് പറഞ്ഞു ആ കമ്പനി സം ഓഫ് ദി കമ്പനീസ് ലോക്കൽ അക്കൗണ്ടിങ് റൂൾസ് വെച്ചിട്ടാണ് ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ യു ക്യാൻ കൺസിഡർ ദ പോയിന്റ് ഓഫ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ്. So you need to consider whether you are having adequate amount of competence to perform the audit when a company reports under the local accounting standards. So only if you are having sufficient knowledge about the local accounting rules as well as prevailing auditing standards, അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എൻഗേജ്മെന്റ് എടുക്കാൻ പാടുള്ളൂ. നിങ്ങളോട് പറയാണ് അവർ അക്യൂർ ചെയ്തേക്കുന്ന കമ്പനി മറ്റൊരു ഇൻഡസ്ട്രിയിലുള്ള കമ്പനിയാണ്, അവിടെയും നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. ഇനി നിങ്ങളോട് പറയാണ് they have asked to complete the audit within 31st December. So 31st December എന്ന് പറയുമ്പോൾ ഇയർ എൻഡ് എന്താണെന്നുള്ളത് നോക്കുക. So they have mentioned that the client companies ഇയർ എൻഡ് എന്നാ 30th September ആണ്. So September, October, November, there is only 3-month period. Within the period you need to complete audit of 21 entities. പറ്റില്ലെങ്കിൽ നിങ്ങൾ എൻഗേജ്മെന്റ് എടുക്കാൻ പാടില്ല എന്നുള്ള പറയാം. അങ്ങനെ വേണം നിങ്ങൾ മെൻഷൻ ചെയ്തു പോകാൻ. അപ്പം ലിറ്ററലി നിങ്ങൾ നോക്കുക സിനാരിയോയ്ക്ക് പറഞ്ഞേക്കുന്ന ഈ ഓരോ കാര്യങ്ങളും ആപ്ലിക്കബിൾ ആണെന്ന്. നിങ്ങളോട് സിനാരിയോയ്ക്ക് അത് പറയുന്നുണ്ട് കമ്പനിയുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നോൺ കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷനെ കുറിച്ച്. സോ ഇഫ് ദർ ഈസ് നോൺ കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ ഫോർ ദ കമ്പനി ദേ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിംഗ് റെപ്യൂട്ടേഷണൽ ഡാമേജസ് ദയർ. അങ്ങനെയാണെങ്കിൽ റെപ്യൂട്ടേഷണൽ ഡാമേജസ് നമ്മുടെ കമ്പനിനെ അഫക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ അവിടെ പറയാം. അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ആൻഡ് ഒബ്ജക്ടിവിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെങ്കിലും സിനാരിയോയിൽ പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എടുത്ത് പറയാം. പക്ഷേ പ്രൊഫഷണൽ ക്ലിയറൻസും പ്രീ കണ്ടീഷൻസ് ഫോർ ദ ഓഡിറ്റിന്റെയും കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെപ്പം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓഡിറ്റ് എൻഗേജ്മെന്റിന്റെ കേസിൽ മാത്രമേ പ്രൊഫഷണൽ ക്ലിയറൻസും പ്രീ കണ്ടീഷൻസ് ഫോർ ദ ഓഡിറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? Is it clear everyone? Yeah. ഇനി പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ ഓഡിറ്റിന്റെ കേസ് നമ്മൾ പഠിച്ചു. PFIയുടെ കേസിൽ മാത്രം സിനാരിയോ നോക്കാണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ് ഇത് ഓരോന്നും.
കാരണം പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ കേസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഈ പറയുന്ന ഏത് ഫാക്ടർ എഴുതിയിട്ടുണ്ടെങ്കിലും മാർക്ക് കിട്ടും. ബട്ട് ഇതും നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, സിനാരിയോ സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ട് നോക്കുക. സോ പി എഫ് ഐയുടെ കേസിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പറയേണ്ടത്, നമ്മൾ അഡീഷണലി കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്, ദ ISA 3400 പ്രകാരം മാൻഡേറ്ററി ആയിട്ടും ഒരു ഓഡിറ്റർ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ് പി എഫ് ഐയുടെ കേസിൽ നമ്മളോട് ഈ പറഞ്ഞേക്കുന്ന ഫാക്ടേഴ്സ്. എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് ഒരു PFI എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഇന്റൻഡഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ എന്താന്നുള്ള കാര്യം നമ്മൾ പ്രോപ്പർലി സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവണം. അതായത് ഇന്റേണൽ മാനേജ്മെന്റ് പേർപ്പസിനാണോ എക്സ്റ്റേണൽ യൂസേഴ്സിനാണോ എന്നുള്ളത് കൺസിഡർ ചെയ്യുക, എന്നിട്ട് മാത്രമേ എൻഗേജ്മെന്റ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ജനറൽ ആണോ അതോ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നേച്ചർ ഓഫ് അസംഷൻസ് എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത് ഫോർ ദിസ് എൻഗേജ്മെന്റ് എന്നുള്ളത് നോക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർകാസ്റ്റിന്റെ ബേസിസിലാണോ പ്രൊജക്ഷന്റെ ബേസിസിലാണോ എൻഗേജ്മെന്റ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഫോർകാസ്റ്റിന്റെ ബേസിസിലാണെങ്കിൽ മാത്രമേ നമ്മൾ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, പ്രൊജക്ഷന്റെ ബേസിസിലാണ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. എലമെന്റ്സ് എന്തൊക്കെയാണ് ഈ എൻഗേജ്മെന്റ് അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അതായത് ഫോർകാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L മാത്രമാണോ SOFP മാത്രമാണോ ഏതാണെന്നുള്ളത് കൺസിഡർ ചെയ്യുക. പീരീഡ് കവേർഡ് ബൈ ദി ഇൻഫർമേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പീരീഡ് കവേർഡ് ബൈ ദി ഇൻഫർമേഷൻ വളരെ ലെങ്തി ആണെന്നുണ്ടെങ്കിൽ അത് റീസണബിൾ ആയിട്ടുള്ള അസംഷൻ ആയിരിക്കില്ല. ആ സിറ്റുവേഷൻ നമ്മൾ ആ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. സോ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, PFIയുടെ എൻഗേജ്മെന്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ PFIയുടെ എൻഗേജ്മെന്റ് ആണ് നിങ്ങളോട് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് എൻഗേജ്മെന്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഫാക്ടേഴ്സ് പ്ലസ് ഈ ഫാക്ടേഴ്സ് രണ്ടും കൺസിഡർ ചെയ്യണം. ഓഡിറ്റ് എൻഗേജ്മെന്റ് ആണെങ്കിൽ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. So these are the factors to be considered before accepting an engagement. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളോട് ചോദിക്കുക, using the specific information provided, evaluate the matters that should be considered before accepting an engagement. So ഈ കേസിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആൻസർ നമ്മൾ എഴുതേണ്ടതായിട്ട് വരിക. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓർമ്മയുണ്ടോ മക്കളെ? ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഹോക്ക് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഹോക്ക്. സോ ഹോക്ക് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പഴയ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞു ഹോക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ആ ഹോക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ കേസിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മളോട് അവിടെ ചോദിച്ചിരുന്ന റിക്വയർമെന്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ. സോ ഹോക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ അകത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന റിക്വയർമെന്റ് ഇങ്ങനെയായിരുന്നു, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് in agreeing the terms of the engagement. ടേംസ് ഓഫ് എൻഗേജ്മെന്റ് എഗ്രി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതാണ് നമ്മളോട് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് മുന്നേ നമ്മൾ ചെയ്തതിൻ്റെ നമ്മളോട് എന്തായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്, മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ എഗ്രിയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ്. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റും എഗ്രിയിങ് ദ ടേംസും. ബിഫോർ എഗ്രിയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറയേണ്ടത് PFIയുടെ കേസിലാണെങ്കിൽ PFIയുടെ ഈ ഫാക്ടേഴ്സ് പറയണം. പ്ലസ് നമ്മൾ എൻഗേജ്മെന്റ് ലെറ്ററിനെ കുറിച്ച് പഠിച്ചിരുന്നു ലാസ്റ്റ് ഡേ, അല്ലെങ്കിൽ ക്വിക്ലി റിവൈസ് ചെയ്തിരുന്നു. എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് ആണ് പറയേണ്ടത്. കാരണം നമുക്കറിയാം ബിഫോർ എഗ്രിയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് നമ്മൾ എന്തായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക, എൻഗേജ്മെന്റ് ലെറ്ററിന്റെ അകത്താണ് നമ്മൾ ഒരു എൻഗേജ്മെന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു എൻഗേജ്മെന്റ് ലെറ്ററിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബിഫോർ എഗ്രിയിങ് ദ ടേംസ്. ബിഫോർ അക്സെപ്റ്റിംഗ് ദ ടേംസ് ആകുമ്പോഴാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ഫാക്ടേഴ്സ് പറയേണ്ടത്. അപ്പോൾ PFIയുടെ കേസിലാണെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ഫാക്ടേഴ്സ് പ്ലസ് PFIയുടെ ജനറൽ ആയിട്ടുള്ള കുറച്ച് മുന്നേ നമ്മൾ ISAയ്ക്കകത്ത് കണ്ട ഫാക്ടേഴ്സും കൂടെ ആയിരിക്കും കൺസിഡർ ചെയ്യേണ്ടി വരിക. പക്ഷേ ഇഫ് ഇറ്റ് കംസ് ടു ആൻ ഓഡിറ്റ് എൻഗേജ്മെന്റ് അവിടെ എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി. ക്ലിയർ ആയ മക്കളെ? ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ ഇതാണ് ബിഫോർ എഗ്രിയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റും ബിഫോർ അക്സെപ്റ്റിംഗ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് മെയിൻലി ട്രിപ്പിളേക്കകത്ത് ആസ് പാർട്ട് ഓഫ് എ ക്വിക്ക് റിവിഷൻ നമുക്ക് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. സോ ലിറ്ററലി ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം നമ്മൾ നല്ല സ്പീഡിലാണ് പഠിച്ചു പോകുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു 2 മാസം എടുത്ത് പഠിച്ച കാര്യങ്ങളാണ് ഓവർ ദ പാസ്റ്റ് 5 days നമ്മൾ ക്വിക്ലി റിവൈസ് ചെയ്ത് വന്നത് അല്ലേ. ആൻഡ് നാളെ നമുക്ക് മോക്ക് എക്സാം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഏരിയാസ് പ്രോപ്പർലി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ മോക്ക് എക്സാമിന്റെ ഡിസ്കഷനും നമുക്ക് ഉണ്ടാവും. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വിക്ക് റിവിഷൻ ആയിട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഏരിയാസിനെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ പല ഏരിയാസ് പഠിച്ചു പോയിട്ടുണ്ടായി. ആ പഠിച്ചു പോയേക്കുന്ന ഏരിയാസിന്റെ അകത്ത് നിങ്ങൾ പ്രൈമറി ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മാർക്സിന്റെ ഏരിയാസ് ഒരു ഏരിയ ആയിട്ട് മാത്രം ട്രീറ്റ് ചെയ്യുക. ദെൻ
25 മാർക്കിന്റെ റിപ്പോർട്ടിങ്ങും ക്രിട്ടിക്കൽ അപ്രൈസിലും ഒരു ഏരിയ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതർ ഏരിയാസ് എല്ലാം കൂടി ഒരു ഏരിയ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ 3 ഏരിയാസിൽ നിന്നും ഈക്വലി ക്വസ്റ്റ്യൻസ് അപ്പോർഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വേണം പോകാനായിട്ട്. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഈ ഓരോ ഏരിയാസിലും നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്ത് വേണം പഠിച്ചു പോകാനായിട്ട്. സോ ഈ ഓരോ ഏരിയാസും ഈക്വലി എഴുതി തന്നെ പഠിക്കുക. ഒരു കാരണവശാലും വായിച്ച് പഠിച്ചു പോകരുത്. കാരണം വായിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അൾട്ടിമേറ്റ്ലി എഴുതി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് എന്താണോ ചോദിക്കുന്ന ആ കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ നമുക്ക് പ്രോപ്പർലി ആൻസർ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രോപ്പർലി വായിച്ച് തന്നെ ആൻസേഴ്സ് പഠിക്കുക. ആൻഡ് അപ്കമിംഗ് വീക്കിൽ നമുക്ക് ഒരു റിവിഷനും കൂടി ഉണ്ടാവും. ദാറ്റ് വിൽ ബി എ ക്വിക്ക് റിവിഷൻ whereby we will be covering the whole syllabus in just less than 2 hours. നമ്മൾ മൊത്തത്തിൽ നമ്മൾ പഠിച്ച എല്ലാ ഇമ്പോർട്ടൻറ്റ് ഏരിയാസും കൂടെ ക്വിക്ക്ലി ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു കാര്യമായിരിക്കും ക്വിക്ക് റിവിഷൻ എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ക്വിക്ക് റിവിഷനും എല്ലാവരും അറ്റൻഡ് ചെയ്യണം. അതേപോലെ തന്നെ ഏറ്റവും പ്രോപ്പർലി സിലബസ് മൊത്തം വായിച്ചു നോക്കുക, എഴുതി തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഡേ തന്നെ മോക്ക് എക്സാമും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ചെയ്യാനായിട്ടുള്ളത്. മേക്ക് ഷുവർ ദാറ്റ് ഓരോ ഏരിയാസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, അതുപോലെ തന്നെ എഴുതി പഠിക്കുക. നമുക്ക് റെഗുലർ ബാച്ചിലുള്ളവർക്ക് നമുക്ക് അപ്കമിംഗ് വീക്കിലും മോക്ക് എക്സാമിന്റെ ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പേഴ്സണലി അയക്കുന്നുണ്ടാവും വിത്ത് റിവ്യൂ കമന്റ്സ്. അതേപോലെ തന്നെ ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ എല്ലാ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി ചെയ്തായിരുന്നു. അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, ഓരോ ഡൗട്ട്സും നോട്ട് ചെയ്ത് വെക്കുക. വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ദ അപ്കമിംഗ് ഡിസ്കഷൻ സെഷൻ. ഓക്കെ, ഓൾറൈറ്റ്. So that's it, guys. Thank you so much, everyone. Thank you. Bye. ഒരു കാര്യം ചോദിക്കട്ടെ? Yes, please. സർ, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന്റെ നമ്മുടെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യണത് കാൽക്കുലേഷൻ കംപ്ലീറ്റ് കാണിക്കണോ അതോ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത റേഷ്യോ മാത്രം? കമ്പ്യൂട്ടർ ഫിഗേഴ്സ് മാത്രം കാണിച്ചാൽ മതി. അത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഒന്നല്ല, ഏതിന്റെ ആണെങ്കിലും കമ്പ്യൂട്ടർ ഫിഗേഴ്സ് കാണിച്ചാൽ മതി കേട്ടോ. മെറ്റീരിയാലിറ്റിയുടെ ആണെങ്കിലും എല്ലാം. ഓക്കെ, അപ്പൊ കാൽക്കുലേഷൻ കാണിക്കണ്ട? കാൽക്കുലേഷൻ കാണിക്കണ്ട. താങ്ക് യു. ചോദിച്ചു. ഈ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി റിലേറ്റിംഗ് ടു മണി ലോണ്ടറിംഗ് അല്ലേ, അതെങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? റിപ്പോർട്ടിംഗ് ഏരിയ ആ സംഭവങ്ങളാണോ? റിപ്പോർട്ടിങ്ങിന്റെ ആയിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. അതായത് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് മണി ലോണ്ടറിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിംഗ് ഭാഗമായിരിക്കും എഴുതുക കേട്ടോ. എനിത്തിങ് എൽസ്? നേരത്തെ കാൽക്കുലേഷന്റെ കാര്യം ചോദിച്ചില്ലേ ആരോ? അപ്പൊ അത് ബ്രാക്കറ്റിൽ കാണിക്കണമെന്നില്ലല്ലേ? എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓപ്ഷനിലാണ്, കാണിക്കണം നിർബന്ധമില്ല. ഇനി അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നോർമലി നമുക്ക് ചെയ്യാനായിട്ട് തരുന്നുണ്ടാവുക വേർഡിലല്ല, നമുക്ക് റെസ്പോൺസ് 1 റെസ്പോൺസ് 2 എന്ന് പറഞ്ഞ് തരുന്നുണ്ടാവും. റെസ്പോൺസ് 1 എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്താണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് കാണിക്കാൻ പറയുന്നുണ്ടെങ്കിൽ നോർമലി അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടാവുക ഒരു എക്സൽ ഷീറ്റിലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സലിൻ്റെ അകത്ത് തന്നെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് പോവാം. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. താങ്ക് യു.